ഓക്കെ, ഹരേ കൃഷ്ണ. സോ നമ്മുടെ വീക്ക്ലി സമ്മറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് 5-ാമത്തെ സെഷനാണ്. നമ്മൾ ആദിലീല 2-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എനിവേ, സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതേ ടോപ്പിക് തന്നെയായിരുന്നു. സുപ്രീം ലോർഡ് ശ്രീകൃഷ്ണ ഹു ഹിംസെൽഫ് അപ്പിയേഴ്സ് എസ് ശ്രീ ചൈതന്യ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയ ചില കാര്യങ്ങൾ ഈ ശ്ലോകത്തിന്റെ തന്നെ യദദ്വൈതം ബ്രഹ്മോപനിഷദി എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ളതിനുള്ള ശ്രീല പ്രഭുപാദന് നൽകിയിരിക്കുന്ന ഒരുപാട് ശാസ്ത്ര ഉദ്ധരണികള്, പിന്നെ താത്വികമായിട്ട് തന്നെ ഭഗവാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥവും അതിൽ തന്നെ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും ആ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആണെന്നുള്ളതൊക്കെ നമ്മൾ ആ ശ്ലോകങ്ങളിൽ, ആദ്യ ശ്ലോകങ്ങളിൽ കണ്ടു. പിന്നെ ഈ 1.3 പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രഹ്മജ്യോതി ഭഗവാന്റെ ശാരീരിക തേജസ് ആണെന്ന് കണ്ടു. പിന്നെ പരമാത്മ എന്ന് പറയുന്നത് ഭഗവാന്റെ ലോക്കലൈസ്ഡ് സ്ഥാനീയ രൂപമാണെന്ന് പറയുന്നു. പിന്നെ പുരുഷ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. മഹാവിഷ്ണു, അതുപോലുള്ള മറ്റു വിഷ്ണു രൂപങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അതായത് വൈകുണ്ഠത്തിലെ നാരായണൻ പോലും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉദ്ഭവിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദി രൂപം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ നാരായണനും കൃഷ്ണനും വളരെ പലർക്കും ഇസ്കോണിൽ വരുന്നതിന് മുൻപ്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഫിലോസഫി കേൾക്കുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. ഭഗവാന് 10 അവതാരങ്ങളുണ്ട്. ആ 10 അവതാരങ്ങളിൽ 9ാമതായിട്ട് ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും, അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ. ഭാഗവത സപ്താഹങ്ങളിലായാലും പൊതുവെയുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും പ്രചാരമുള്ള, അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഇതിനാണ് കൂടുതൽ പ്രചാരമുള്ളത്. നോർത്ത് ഇന്ത്യ എനിക്ക് അത്ര അറിയില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണം ഇതായിരിക്കാം, അതായത് കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണാനുള്ള ഒരു, എന്താ പറയാ, ഭഗവാന്റെ ഒരു പവർ, ഈശ്വരന്റെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയെ പോലെ, മനുഷ്യനെ പോലെ ആയിരിക്കരുത്. ഒരു 4 കൈയും അതുപോലെ അതിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഭഗവാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ആ രൂപം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ 2 കൈയും അതിലൊരു ഓടക്കുഴലും മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, ഒരു രൂപത്തെ കാണുമ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് പരമപുരുഷൻ എങ്ങനെയാണ് ആവുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നാരായണന് ഭഗവാൻ എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കാം. പിന്നെ കൃഷ്ണൻ നാരായണന്റെ അവതാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാണ് സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ശ്രീമദ് ഭാഗവതം ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളെയൊക്കെ നിശബ്ദമാക്കുന്നു. ആൻഡ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഈ ശ്ലോകം ഏതേച്ചാംശ കലാപുംസഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണനാണ് സ്വയം ഭഗവാൻ എന്നുള്ള ഭാഗവത ശ്ലോകം. ഒരു വാക്ക് സാധാരണ പറയാറുണ്ട്, എന്താ പേര്, പരിഭാസ സൂത്രം എന്ന് പറയാറുണ്ട്. അതായത് അതിന് എക്സാമ്പിൾ പറഞ്ഞത്, നമ്മളൊരു തുണി നെയ്യുകയാണെന്നിരിക്കട്ടെ, ഒരു വസ്ത്രം നമ്മൾ നെയ്തെടുക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട്, അല്ലെങ്കിൽ ഒരു കാർപ്പറ്റൊക്കെ നെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ ഒരു വാർപ്പ് ആൻഡ് വെഫ്റ്റ് എന്ന് പറയും. അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരു നൂലുണ്ടാവും. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ നെയ്ത്തും സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ,
ഒരു മെയിൻ ത്രെഡ് ഓഫ് എ ശാസ്ത്ര. ഒരു ശാസ്ത്രത്തിന് നമ്മളൊരു വസ്ത്രമായിട്ട് ഒരു ഫാബ്രിക് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് ആശയങ്ങൾ ആ ശാസ്ത്രത്തിനകത്ത് ഉണ്ടാവും. പക്ഷെ ആ ശാസ്ത്രത്തിൽ ഉടനീളം വൺ എൻഡ് ടു ദി അതർ ഓടുന്ന റൺ ചെയ്യുന്ന ഒരു മെയിൻ ഒരു തത്വം ഉണ്ടാവും, റൈറ്റ്? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കിയെല്ലാം ആ ശാസ്ത്രം മെനഞ്ഞെടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയുന്നത്, ആ പരിഭാസ സൂത്രം എന്ന് പറയുന്ന ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ള ശ്ലോകമാണ്. അതേസമയം ശ്രീമദ് ഭാഗവതം എടുക്കുകയാണെങ്കിൽ അതിന്റെ പരിഭാസ സൂത്രം എന്ന് പറയുന്നത് ഈ ശ്ലോകമാണ്. 1:3:28 പ്രഥമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകം. ഏതേചാംശ കലാ പുംസഃ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സോ അതിനുശേഷം ഇതും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. സൂത ഗോസ്വാമി 26 ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് ആ ലിസ്റ്റിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് കൃഷ്ണനും ബലരാമനും ആ 26-ല് 2 വ്യക്തിത്വങ്ങളായിട്ട് ആ ലിസ്റ്റിൽ സൂത ഗോസ്വാമി പറയുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ചെറിയൊരു ഭയം വരുന്നു. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്ന വ്യക്തികൾ കൃഷ്ണനെയും ബലരാമനെയും മറ്റൊരു അവതാരമായിട്ട് അവരെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ അവതാരങ്ങളുടെ പട്ടിക കൊടുത്തതിന് ശേഷം ഈ 28-ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി കൃഷ്ണൻ സ്വയം ഭഗവാനാണെന്നും മറ്റെല്ലാവരും ഈ പുംസഹ, ആ പുരുഷന്റെ അംശത്തിന്റെ അംശങ്ങളുമാണ് എന്ന് വ്യക്തമാക്കി തരുന്നു. സോ ഇത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ ചെറിയൊരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്. കാര്യം നാരായണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങളും. അത് നമുക്ക് തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല. അതേസമയം ശരിയാണെന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഗൗഡീയ വൈഷ്ണവന്മാർക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. അതിലും കൂടുതലുണ്ട്, കൂടുതൽ അറിയാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ചെറിയൊരു താത്വികമായ ഒരു വാദപ്രതിവാദം അവിടെ സംഭവിക്കുന്നു. അപ്പൊ അതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്. സോ സാധാരണ നാരായണനാണ് പരമപുരുഷൻ, സ്വയം ഭഗവാൻ എന്ന് പറയുന്നവരുടെ അവരുടെ ഒരു പക്ഷം നമ്മൾ ആദ്യം കേൾക്കണം. അപ്പൊ ഈ ന്യായശാസ്ത്രം അനുസരിച്ച്, നമ്മുടെ ലോജിക് എന്ന് പറയുമല്ലോ, തർക്കം ന്യായം എന്നൊക്കെ പറഞ്ഞിട്ട് വൈദിക ശാസ്ത്രങ്ങളുടെ ഒരു ശാഖയാണത്. അപ്പൊ ന്യായശാസ്ത്രം അനുസരിച്ച് നമ്മളൊരു തീരുമാനത്തിൽ, നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യം പൂർവപക്ഷം കേൾക്കണം എന്ന് പറയും. പൂർവപക്ഷം എന്ന് പറഞ്ഞാല് നമ്മുടെ എതിർപക്ഷത്തിൽ സംസാരിക്കുന്ന വ്യക്തികള് അവർ പറയുന്നതിനെ ആദ്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് അവർ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതി അല്ല ന്യായശാസ്ത്രത്തിലുള്ളത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അവർ പറയുന്ന ആദ്യം കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് ചിന്തിക്കാനോ സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിനാണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. ബിൽഡിംഗ് എ ഡീപ്പ് ഫെമിലിയാരിറ്റി വിത്ത് ദി ഓപ്പണൻസ് പോയിന്റ് ഓഫ് വ്യൂ. ആദ്യം മനസ്സിലാക്കിയ ശേഷം പിന്നെ വിമർശിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നാരായണൻ സ്വയം ഭഗവാൻ, കൃഷ്ണനാണ് നാരായണന്റെ അവതാരം എന്ന് ആണ് പൂർവപക്ഷം പറയുന്നത്. അപ്പൊ കൃഷ്ണൻ സ്വയം ഭഗവാനാണെന്ന് പറയുന്നത് താങ്കളുടെ ഒരു വ്യാഖ്യാനമാണ്, അല്ലാണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് പൂർവപക്ഷം, ഒപ്പോസിഷൻ ആൾക്കാരത് പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് കാരണം, അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പോസിഷൻ, അതായത് നാരായണനാണ് പരമപുരുഷൻ എന്ന് പറയുന്ന വ്യക്തികള് ഈ ശ്ലോകത്തെ ഏതേചാംശ കലാ പുംസഹ എന്നുള്ള ശ്ലോകത്തില് പുംസഹ എന്നുള്ള വാക്കുണ്ടല്ലോ, അതിനെ എടുത്ത് അവരെന്ത് പറയും? അത് അവിടെ പുരുഷൻ, പുംസഹ എന്ന് വെച്ചാൽ പുരുഷന്റെ എന്നുള്ള അർത്ഥം. അപ്പൊ ആ പുരുഷന്റെ എന്ന് പറയുന്നത് ശരിക്കും നാരായണനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാണ് അവരുടെ പക്ഷം. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. സോ നാരായണനാണ് ആ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണനാണ്. സത്യം പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഏത് വേദമന്ത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ പുരുഷ സൂക്തമുണ്ട് ഇല്ലേ? പുരുഷ സൂക്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് പറഞ്ഞിട്ട് ഈ ഇതുണ്ട്.
പുരുഷ സൂക്തമുണ്ട്. അതാണ് ദേവന്മാര് സാധാരണ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ഭഗവാന്റെ ദർശനവും അതേപോലെ തന്നെ ഭഗവാന്റെ ഒരു എന്താ പറയുക, ഭഗവാന്റെ ഒരു ഇടപെടൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു പുരുഷ സൂക്തമാണ് ദേവന്മാര് സാധാരണ ചൊല്ലാറ്. അപ്പൊ അതിലൊക്കെ വളരെ വ്യക്തമാണ് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാരായണനാണ് എന്നുള്ളത് അത്രയും വ്യക്തമാണ്. അപ്പൊ നമ്മൾ ഈ ഹരേ കൃഷ്ണക്കാരാണ് വന്നിട്ട് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്വയം ഭഗവാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു വരുന്നത്. ഓഫ് കോഴ്സ് ഹരേ കൃഷ്ണക്കാര് പറയാൻ കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫിയാണ്. സോ അങ്ങനെ നോക്കുമ്പോഴേക്കും ഇതാണ് പൂർവപക്ഷം, റൈറ്റ്? അപുംസഹ എന്നുള്ള വാക്കിനെ കുറിച്ച്. അപ്പോൾ ഗൗഡീയ വൈഷ്ണവന്മാർ അതിനെന്താണ് പറയുക? അതിന് ഡിഫൻസ് ആയിട്ട്, അതിന് നമ്മുടെ ഭാഗത്തുള്ള ഒരു പ്രതിപക്ഷമായിട്ട് നമ്മൾ പറയുന്നത് ശ്ലോക 74-78 പറയുന്ന പോലെ ഒരു ഗ്രാമർ, അതായത് സംസ്കൃത വ്യാകരണത്തിന്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെന്റൻസ്, നമ്മളൊരു വാക്യം പറയുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് എന്താണ് പറയാ, അതിന്റെ ഒരു സബ്ജക്റ്റിന് എന്താ പറയുക? അപ്പൊ അനുവാദ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരു വേർഡും കൂടെ ഉണ്ട് അതിന് സബ്ജക്റ്റിന്. മലയാളത്തിൽ സാധാരണ കർത്താവ്. ഓക്കെ, കർത്താവ് എന്ന് പറയാം, റൈറ്റ്? അപ്പൊ കർത്താവ് ആദ്യം വരണം, പിന്നെ ആയിരിക്കണം കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ബാക്കിയുള്ള സെന്റൻസിന്റെ ഭാഗം, റൈറ്റ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും ഇതാണ് പറയുന്നത്, സബ്ജക്റ്റ് കർത്താവ് ആദ്യം വരണം, പിന്നെ അതിനുശേഷമാണ് പ്രെഡിക്കറ്റ്, വിധേയം അതിൽ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ദിസ് വിപ്ര ഈസ് എ ലേണഡ് മാൻ. ഈ വിപ്രൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ വളരെ അഭ്യസ്ത വിദ്യനായ ഒരു വ്യക്തിയാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് പറയണം, ഇല്ലേ? അല്ലാണ്ട് നമുക്ക് കാവ്യാത്മകമായിട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും അഭ്യസ്ത വ്യക്തിയാണ് ഈ ബ്രാഹ്മണൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് മുൻപത്തെ സെന്റൻസിൽ ആ ബ്രാഹ്മണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യം? അതായത് നമ്മളൊരു പുതിയ പാരഗ്രാഫിൽ ആ ബ്രാഹ്മണനെ കുറിച്ച് ഇതുവരെ ഒന്നുമേ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ആ ബ്രാഹ്മണനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ അഭ്യസ്ത വിദ്യനായ ഒരു വ്യക്തിയാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ അത് മനസ്സിലാക്കാൻ ഒരു സുഖം ഉണ്ടാവുമോ? എന്തോ ഒരു പന്തികേട് തോന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോ എന്താണ്, ഉദാഹരണത്തിന് കാശിയിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്ന് ഫസ്റ്റ് സെന്റൻസ് ആണെങ്കിൽ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം അഭ്യസ്ത വിദ്യനായ വ്യക്തിയായിരുന്നു ആ ബ്രാഹ്മണൻ. അത് കുഴപ്പമില്ല, കാര്യം ഓൾറെഡി ആ ബ്രാഹ്മണനെ കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് കാര്യം ഈ ബ്രാഹ്മണൻ ഒരു അഭ്യസ്ത വിദ്യനായ വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ബ്രാഹ്മണനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അഭ്യസ്ത വിദ്യൻ എന്നുള്ള ഒരു വിശേഷണം അയാൾക്ക് വന്നു. പക്ഷേ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ ബ്രാഹ്മണൻ ഒരു വിഡ്ഢിയായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാമല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് ആ വ്യക്തിയെയാണ്. ആ വ്യക്തിയെ അറിഞ്ഞതിന് ശേഷമായിരിക്കണം ആ വ്യക്തിയെക്കുറിച്ചുള്ള വിശേഷണം നമ്മൾ അറിയേണ്ടത്. അതിനുള്ള ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്തു, വിശേഷണമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയായിരിക്കാം, എന്തായാലും സബ്ജക്റ്റ് ആദ്യം വരണം എന്നുള്ളതാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയുന്നത്. എന്നിട്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ ഏതേച അംശ കലാപുംസഹ എന്നുള്ളൊരു വാക്കെടുത്ത് ആ ഒരു പദം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതേ എന്നുള്ള വാക്ക്, അതായത് മേൽപ്പറഞ്ഞ അവതാരങ്ങൾ, അതാണ് അവിടെ കർത്താവ്. അതിനുശേഷം അതിൻ്റെ ഒരു വിശേഷണമാണ് ഇവരൊക്കെ ആ പുരുഷന്റെ അംശവും കലയുമാണ് എന്ന് പറയുന്നു. സോ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് അവതാരങ്ങൾക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് അവിടെ മാത്രം നിർത്തിയാൽ പോരാ, പൂർവപക്ഷത്തിനോട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതാണ്, ഇനിയും തുടർന്ന് വായിക്കൂ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ ഇവിടെ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ. ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കൃഷ്ണൻ തന്നെയാണ്, പക്ഷെ ഭഗവാൻ സ്വയം എന്നുള്ളത് പിന്നെ പറയുന്നു. സോ അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ രണ്ട് കർത്താക്കളുണ്ട്. ഒന്ന് ഏതേ എന്ന് പറയുന്ന അവതാരങ്ങൾ കർത്താവാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണ എന്നുള്ളൊരു വാക്കും കർത്താവാണ്. ഈ രണ്ട് പദങ്ങളിൽ രണ്ട് കർത്താവുകളാണ് ഉള്ളത്, ഏതേ എന്നുള്ളതും കൃഷ്ണ എന്നുള്ളതും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതിൽ കൃഷ്ണനെ
അവതാരങ്ങളോട് ചേർത്ത് പറഞ്ഞു. പക്ഷെ കൃഷ്ണനെ കുറിച്ച് കൂടുതൽ അവിടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇവിടെ വരുന്ന സമയത്ത് എന്താകുന്നു? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോൾ അതിന് കംപ്ലീറ്റ് ക്ലാരിറ്റി വരുന്നു. ആൻഡ് കൃഷ്ണ ഈസ് ദി സബ്ജക്ട് ടു ഭഗവാൻ സ്വയം എന്നുള്ളത് കൃഷ്ണനെ കുറിച്ച് കൂടുതൽ പറയുകയാണ്. എന്തെങ്കിലും അഭ്യസ്ത വിദ്യനായ ഒരു ബ്രാഹ്മണൻ കാശിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാമല്ലോ. എന്ന് വേണമെങ്കിൽ പറയാം സംഭവം. പക്ഷെ നമ്മൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്? നമ്മൾ ഈവൻ ഇങ്ങനെ നല്ലൊരു പോയിന്റ് ആണിത്. ഇതൊരു പൂർവപക്ഷമായിട്ട് നമുക്ക് പറയാം ഇവിടെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട്. സോ അഭ്യസ്ത വിദ്യനായ ഒരു ബ്രാഹ്മണൻ, നമ്മൾ ഈ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് വരുന്നത് വരെ നമ്മുടെ ആ കർത്താവ് വരുന്നവരുടെ നമ്മുടെ മനസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കർത്താവ് വരുന്നത് വരെ നമ്മൾ ഈ അഭ്യസ്ത വിദ്യനായ ഇത് നമ്മൾ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? വി ഹാവ് ടു ഫിറ്റ് ഇറ്റ് സംവെയർ, റൈറ്റ്? ആ വ്യക്തിയെ നമ്മൾ ഈ ക്വാളിറ്റീസിനൊക്കെ ഒരു ആക്ടർ വരുന്നത് വരെ നമുക്ക് ആ ബാക്കി എല്ലാ വിശേഷണങ്ങളും വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രാഹ്മണൻ വരുമ്പോഴാണ് ശരിക്ക് അതിനൊരു എന്താണ് അതിനൊരു മീനിങ് വരുന്നത്. അതുവരെ ആ മീനിങ്ങിന് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ഓഫ് കോഴ്സ് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നമുക്ക് കുറച്ചുകൂടെ സ്കോളർലി ആയിട്ടുള്ള ഡിവോട്ടീസിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ പിന്നെ ഇതും പറയുന്നുണ്ട്, ഇനി സപ്പോസ് കൃഷ്ണനാണ് ഇവിടെ പറഞ്ഞതിൽ ഏതേയും കൃഷ്ണനുമാണ് കർത്താക്കന്മാരായിട്ട് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല, കൃഷ്ണനല്ല ഇവിടെ കർത്താവ്, പുംസഹ എന്ന് പറയുന്ന വാക്കാണ് കർത്താവ്. അതും ആ പുംസഹ എന്നുള്ളതിന് നാരായണനാണ് ആ പുംസഹ എന്നുള്ള വാക്കിനെ ഉദ്ദേശിക്കുന്നത് എന്നാണെങ്കിൽ, അതായത് കൃഷ്ണനല്ല കർത്താവ്, ഈ സെന്റൻസ്, ഈ ഫസ്റ്റ് പദത്തിൽ ഏതേചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളതിൽ ഏതേ കൃഷ്ണ ഇവർ രണ്ടുപേരും അല്ല കർത്താക്കന്മാര്. മേ ബി ഏതേ ആൻഡ് പുംസഹ ആണ് കർത്താവ്, അങ്ങനെയും പറയാൻ പറ്റില്ല. കാര്യം ഏതേചാംശ കലാപുംസ എന്നുള്ളതിൽ ഒരു കർത്താവേ സാധിക്കുള്ളൂ. അപ്പൊ സപ്പോസ് ഇതിൽ പുംസഹ എന്നുള്ള വാക്കാണ് കർത്താവ് എങ്കിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അങ്ങനെയാണെങ്കിൽ സൂത ഗോസ്വാമി ഈ രണ്ടാമത്തെ വരിയെ തിരിച്ചെഴുതിയിരിക്കണമായിരുന്നു, മാറ്റി എഴുതണമായിരുന്നു എന്നുള്ള വാദം അദ്ദേഹം പറയുന്നു. അതായത് എങ്ങനെ എഴുതിയിരിക്കാം? ഏതേചാംശ കലാപുംസഹ സ്വയം ഭഗവതഃ തു കൃഷ്ണ. അതായത് സ്വയം ഭഗവാനായ ആ പുരുഷന്റെ അംശകലകളാണ് ഇവർ, ഈ അവതാരങ്ങളും അതേപോലെ കൃഷ്ണനും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ മാറ്റി എഴുതണമായിരുന്നു സൂത ഗോസ്വാമി. ഇതത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു ഇതായിട്ട് എടുക്കണ്ട. പക്ഷെ എന്തായാലും ഇവിടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ശ്ലോകത്തിനെ എന്താണ്, നാരായണനാണ് സുപ്രീം എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് വരുന്നു എന്ന വാദത്തെ അദ്ദേഹം ഖണ്ഡിക്കുകയാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ 86-ാമത്തെ ശ്ലോകത്തിൽ ഇനി കുറച്ചങ്ങോട്ട് പോയാൽ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു മൂഡ് കുറച്ചൊന്നും മാറും. പക്ഷെ ഇത് കുറച്ച് ഗ്രാമാറ്റിക്കലാണ്. ആൻഡ് പിന്നെ ഒരു കാര്യം പറയുന്നു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, സൂത ഗോസ്വാമി ഇങ്ങനെ മാറ്റി എഴുതണമായിരുന്നു, ഇതുപോലെ, ഇങ്ങനെയെന്നല്ല, ഇതുപോലെ വല്ലതും ശ്ലോകത്തിനെ മാറ്റി അദ്ദേഹം എഴുതണമായിരുന്നു, നാരായണനാണ് പരമപുരുഷൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ സൂത ഗോസ്വാമി എന്ന് പറയുന്ന വ്യക്തി, അതുപോലുള്ള ആചാര്യന്മാര്, അവര് ബദ്ധാത്മാക്കളല്ല, അവർ ആധികാരികരായിട്ടുള്ള സാധുക്കളാണ്. അതുകൊണ്ട് അവർക്ക് അറിയാതെ പോലും അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. സോ അത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ബദ്ധാത്മാക്കളുടെ 4 എന്താ പറയാ കുറ്റങ്ങൾ, 4 ഡിഫെക്ട്സ്, അല്ലെ? ന്യൂനതകൾ അതന്നെ, 4 ന്യൂനതകളുണ്ട്. അപ്പൊ ഇത് ബദ്ധാത്മാക്കളുടെ ഈ 4 ന്യൂനതകള് ആർഷ വിജ്ഞേ എന്ന് പറയുന്നുണ്ട്. അതായത് സാധുക്കളെ, അതോറിറ്റേറ്റീവ് സാധുക്കൾ, ഗുരുപരമ്പരയിലുള്ള ആചാര്യന്മാർക്ക് ഒരിക്കലും ഇത് തെറ്റുപറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ 4 കുറവുകളാണ്, 4 ന്യൂനതകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
സംസ്കൃത ശ്ലോകത്തിൽ ആദ്യം ഇതിന്റെ ഓർഡർ കുറച്ച് വ്യത്യാസമാണ്. ഭ്രമ, പ്രമാദ, വിപ്രലിപ്സ, കരണ, പാഠവ. പക്ഷെ ശീല പ്രഭുപാദ് മറ്റൊരു സ്ഥലത്ത് ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്ത് പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വേറൊരു, ഐ തിങ്ക് വൺ ഓഫ് ദി ബുക്സ്, SSR ഓർ വൺ ഓഫ് ദോസ് ബുക്സിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബദ്ധാത്മാവിനുള്ള ന്യൂനത കരണാപാഠവം. കരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങള്, പാഠവം എന്ന് വെച്ചാൽ നമുക്കറിയാം കഴിവ്, അല്ലെ? അപ്പൊ ആ പാഠവം എന്ന് വെച്ചാൽ കഴിവ് കേട്. സോ ഇംപെർഫെക്റ്റ് സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, നമ്മുടെ കരണങ്ങൾക്ക്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലും അവർക്ക് കഴിവുകേടുകളുണ്ട്, അപാകതകളുണ്ട്. നമുക്കറിയാം നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി അത് പല കണ്ടീഷണലാണ്, അല്ലെ? ഇത്ര റേഞ്ച് ഓഫ് ലൈറ്റേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തിരിക്കുന്ന ഇൻഫ്രാറെഡ് കാണാൻ പറ്റില്ല, അൾട്രാ വയലറ്റ് കാണാൻ പറ്റില്ല. പല പല എന്താ പറയാ, നമുക്ക് വെളിച്ചം ഇത്ര ബ്രൈറ്റ്നെസ്സിന് കുറവാണെങ്കിലും നമുക്ക് അവിടെ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ കുറെ നമ്മുടെ കണ്ണിന് ന്യൂനതകളുണ്ട്, ചെവിക്ക് ന്യൂനതകളുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള അപൂർണത കാരണം എന്ത് സംഭവിക്കുന്നു? ഇല്യൂഷൻ, പ്രമാദ ഇല്യൂഷൻ സംഭവിക്കുന്നു. അതായത് നമ്മൾ ഇന്ദ്രിയങ്ങളെ കുറിച്ച്, നമ്മുടെ മനസ്സും ഒരു ഇന്ദ്രിയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനഃഷ്ഠാനി ഇന്ദ്രിയാണി, അല്ലെ? മനസ്സും ചേർന്നിട്ട് ഇന്ദ്രിയങ്ങളിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇംപെർഫെക്റ്റ്നെസ് ഉണ്ട്, നമ്മുടെ മനസ്സും പെർഫെക്റ്റ് അല്ല. ആൻഡ് അതൊക്കെ കാരണം എന്താവുന്നു? നമ്മൾ കാണുന്നതും പെർഫെക്റ്റ് അല്ല, നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടി ഉൾക്കൊള്ളുന്നതും പെർഫെക്റ്റ് അല്ല, നമ്മുടെ മനസ്സും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ മിഥ്യാധാരണകളിൽ നമ്മൾ ഇല്യൂഷൻസ് നമ്മുടെ സ്വയം നമ്മുടെ അകത്ത് ഇത് ചെയ്യുന്നുണ്ട്, ഇല്ലേ, വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രമാദ, നമ്മൾ എന്തോ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ആദ്യം അപൂർണമായ ഇന്ദ്രിയങ്ങൾ തെറ്റിദ്ധാരണകളാവുന്നു, തെറ്റിദ്ധാരണകൾ തെറ്റുകളായിട്ട് മാറുന്നു. റൈറ്റ്? പ്രമാദ എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ, ഭ്രമ എന്ന് വെച്ചാൽ മിസ്റ്റേക്സ്, തെറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒരു പാമ്പിനെ ഇതായിട്ട് കാണുന്നു, അത് കാരണം പേടിച്ച് ഓടുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, മിസ്റ്റേക്സ്. റൈറ്റ്? മിസ്റ്റേക്സിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, എൻ്റെ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കൊക്കെ അറിയാം. അതിന്റെ ഫസ്റ്റ് ഇയറിൽ ഇപ്പോഴുണ്ടോന്നറിയില്ല, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് വെച്ചാൽ അതിന്റെ എക്സാം ഇങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. കാര്യമൊക്കെ വരയ്ക്കാനാണ്. അറിയായിരിക്കും, പ്ലാൻ, എലിവേഷൻ, എൻഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഞ്ചിനീയറിംഗിൽ നമ്മൾ വരയ്ക്കണം. സോ ഈ 4-5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓരോ ക്വസ്റ്റിന് 20-25 മാർക്കും ഉണ്ട്. തെറ്റിയാ 25 പോകും, അല്ലെങ്കിൽ 50 മാർക്കും പോകും, തോറ്റു പോകും. അങ്ങനെയാണ്. അപ്പൊ ഇതിൽ എപ്പോഴും സംശയം വരുന്നൊരു കാര്യമാണ്, പ്രിസം, പിരമിഡ് എന്ന് പറഞ്ഞ 2 സാധനമുണ്ട്. റൈറ്റ്? പിരമിഡ് എന്ന് പറഞ്ഞതിന് മലയാളം എന്താ പറയാ? പിരമിഡിന് എന്താ പറയാ അറിയില്ല. സോ ഇതാണ് പിരമിഡ്. ഈ ബി എന്ന് കാണുന്ന സാധനമാണ് പിരമിഡ്. റൈറ്റ്? പിന്നെ പ്രിസം എന്ന് പറയുന്നത് എയിൽ കാണുന്ന സാധനം. അപ്പോൾ ഈ പ്രിസത്തിന്റെ 2 സൈഡും ട്രയാങ്കിൾ ആണ്, മുകളിലും താഴെയും ട്രയാങ്കിൾ ആണ്. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ട്രയാങ്കിൾ ആയിരിക്കും, പക്ഷെ മുകളിൽ ഒരു കൂർത്ത മുനമ്പായിരിക്കും. റൈറ്റ്? അപ്പൊ ഇതാണ് വ്യത്യാസം. എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ രണ്ടും പി വെച്ച് തുടങ്ങുന്ന വാക്കാണ്, പ്രിസം ആണെങ്കിലും പിരമിഡ് ആണെങ്കിലും. അത് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് പ്രിസമാണ് പിരാമിഡ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ഫുള്ള് എഴുതാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ സംഭവിച്ചു ആ എക്സാമിൽ. ലാസ്റ്റ് 15 മിനിറ്റിന് മുമ്പാണ് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ, അയ്യോ ഇത് പ്രിസം അല്ല പിരമിഡ് ആണല്ലോ എന്ന് പറഞ്ഞു മൊത്തം മാറ്റി വരയ്ക്കേണ്ടി വന്നു. എങ്ങനെയോ അവസാന നിമിഷം ഇൻവിജിലേറ്റർ പേപ്പർ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ വരച്ച് ആ പരീക്ഷയിൽ മാർക്ക് കിട്ടി. അതൊരു വേറൊരു കാര്യം. അപ്പൊ പറയുന്നത് നമ്മുടെ തെറ്റിദ്ധാരണകൾ തെറ്റുകളായിട്ട് മാറും. റൈറ്റ്? ഇനി അടുത്തൊരു പരിപാടിയുണ്ട്. തെറ്റുകൾ നടന്നാൽ പോലും നമുക്ക് ആ തെറ്റ് സ്വീകരിക്കാനുള്ളൊരു പ്രവണത ബദ്ധാത്മാവിന് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? തെറ്റുകൾ നമ്മൾ മറയ്ക്കും, കവറപ്പ് ചെയ്യും. റൈറ്റ്? അതിനെയാണ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കുന്നു, മറയ്ക്കും. എപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ ഇൻകം ടാക്സ് ഓഫീസേഴ്സും ഒക്കെ ഇതിനെയാണ് തേടി നടക്കുന്നത്, എന്താണ് തെറ്റ് ചെയ്ത് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ള വമ്പൻ വിദ്യകളും അതിനുള്ള സൂത്രങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 4 കുറവുകൾ മനസ്സിലായില്ലേ? സോറി, ന്യൂനതകൾ മനസ്സിലായില്ലേ? അപ്പൊ ഇത് എല്ലാ ബദ്ധാത്മാക്കൾക്കും ഉള്ളതാണ്. പക്ഷേ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, സൂത ഗോസ്വാമിയെ പോലുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഈ 4 ന്യൂനതകൾ കാരണം അദ്ദേഹം ശ്ലോകം തെറ്റിക്കാൻ ഇടയില്ല. അങ്ങനെ വിചാരിക്കുന്നത് അപരാധമാണ്.
അതുകൊണ്ട് അദ്ദേഹം എഴുതിയത് ശരിയാണ്, ഈ ശ്ലോകം കറക്റ്റാണ്, കൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഞാൻ ഇതും കൂടെ കഴിഞ്ഞിട്ടൊന്ന് നിർത്താം. സോ ദി ആർഗ്യുമെന്റ് അബൌട്ട് ഗ്രാമർ, വീണ്ടും ഗ്രാമറിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമുണ്ട്. ഈ 4 കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്, അത് കാരണം തെറ്റിദ്ധാരണകൾ, നമ്മുടെ ധാരണ തെറ്റായിരിക്കും, അത് കാരണം നമ്മൾ തെറ്റ് ചെയ്യും, പിന്നെ തെറ്റിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ ആ തെറ്റ് എന്നാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത സംഭവം എന്ത് സംഭവിക്കും? ചൂടാവും, അല്ലെ? ദേഷ്യം വരും. അപ്പൊ ഇത് അടുത്ത ബദ്ധാത്മാവിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആ ഇമാജിൻഡ് ഒപ്പോണന്റ് ആരാണോ എന്താണ് അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആ വ്യക്തിയോട് പറയുന്നു, ദയവായിട്ട് ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, കൃഷ്ണ ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ അതർ ഡിവിനിറ്റീസ്. നാരായണൻ ഉൾപ്പെടെ കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം, ആദിമൂലം എന്ന് പറയുന്നു. ശില പ്രഭുപാദ് ഉപയോഗിക്കുന്ന ഒരു വണ്ടർഫുൾ വാക്കാണ്. ഈ പ്രഭുപാദിന്റെ കുറേ എന്താ പറയുക യൂസേജസ് എല്ലാവർക്കും പറയാൻ ചില ജസ്റ്റ് ഒരു ഞാൻ മാത്രം സംസാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും പ്രഭുപാദ് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടെ ഫൗണ്ടൻ ഹെഡ് എന്നൊരു വാക്കുണ്ട്. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്നുള്ളതിന് ഇവിടെ ഒരു ഫൗണ്ടൻ കാണിച്ചിട്ടുണ്ട്. ഈ ഫൗണ്ടൻ എവിടെ നിന്നു ഉദ്ഭവിക്കുന്നോ അതിനെ ഫൗണ്ടൻ ഹെഡ് എന്ന് പറയുന്നു. അപ്പൊ എല്ലാ അവതാരങ്ങളുടെയും ഫൗണ്ടൻ ഹെഡ് കൃഷ്ണനാണെന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും വാക്കുകൾ ഓർമ്മ വരുന്നുണ്ടോ? പ്രഭുപാദയിസംസ് അല്ലെങ്കിൽ പ്രഭുപാദ്സ് സ്പെഷ്യൽ വേർഡ്സ് കുറെ ഉണ്ട്. ഒരു 3-4 എണ്ണം ആരെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? Supreme Personality of Godhead ഉദാഹരണം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, പരമദിവ്യോത്തമ പുരുഷൻ എന്നൊരു വാക്കുണ്ട്. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? കുറെ ഉണ്ട്. ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം എന്നുള്ളൊരു വാക്ക്. ഇങ്ങനെ കുറെ ഉണ്ട്. റിവീൽഡ് സ്ക്രിപ്ചേഴ്സ്, ശാസ്ത്രം എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിലും റിവീൽഡ് സ്ക്രിപ്ചേഴ്സ്, വെളിപ്പെടുത്തപ്പെട്ട ശാസ്ത്രങ്ങൾ. അത് നമുക്കിപ്പോഴും നമ്മുടെ BBTക്കകത്തൊരു ഡിസ്കഷൻ ആണത്. എനിവേ, അപ്പൊ ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് അല്ലെ? പിന്നെ അടുത്ത അബ്സല്യൂട്ട് ട്രൂത്ത്. ഓക്കെ, അത് ഓൾറെഡി ഉള്ള വാക്കാണ്, ബട്ട് പ്രഭുപാദ് കുറെ ഉപയോഗിക്കുന്നുണ്ട് അബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളൊരു വാക്ക്. പിന്നെ ഇനിയുണ്ട് കുറെ വാക്കുകളുണ്ട് പ്രഭുപാദിന്റെ. അത് തന്നെയല്ലേ നിരപേക്ഷ തത്വം എന്ന് പറയുന്നത്? അതല്ലേ നിരപേക്ഷ തത്വം? അതെ അതെ. സോ എനിവേ, പൂവർ ഫണ്ട് ഓഫ് നോളജ് പ്രഭുപാദിന്റെ വേറൊരു വാക്കാണ് അല്ലേ? അപ്പൊ എനിവേ, അതായത് ഒരാളെ കുറ്റപ്പെടുത്താതെ പക്ഷെ പറയേണ്ട കാര്യം പറയുകയും ചെയ്യും പ്രഭുപാദ്. അങ്ങനെ എനിവേ, സോ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്നുള്ള ബ്രഹ്മസംഹിത ശ്ലോകം അവിടെ തെളിവായിട്ട് കോട്ട് ചെയ്യുന്നു. സർവകാരണ കാരണം കൃഷ്ണനാണ് എന്നുള്ളത്. പിന്നെ ഈ ശ്ലോകം ഫേമസ് ആണ്. ദീപാർച്ചിരേവഹി ദശാന്തരം അഭ്യുപേത്യ ദീപായത്തെ വിവൃതഹേതു സമാനധർമാഹ യസ് താദൃഗേവ ച വിഷ്ണുതയാ വിഭാതി ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. സോ അതിൽ പറയുന്നത്, ഈ ശ്ലോകം എന്തൊക്കെയായാലും ഒറിജിനൽ ലാമ്പ്, ഒരു വിളക്കിന് ഒരു ചിരാതിന് പല ചിരാതുകളും കത്തിക്കാൻ സാധിക്കും, പുറയിൽ കുറെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യം പ്രകാശമുള്ള ആ ഒരു വിളക്ക് എന്ന് പറയുന്നത് ആദ്യത്തേത് തന്നെയാണ്. ദ ഫസ്റ്റ് ഈസ് ഓൾവേസ് ഫസ്റ്റ്, റൈറ്റ്? അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാ വിഷ്ണു തത്വ രൂപങ്ങളും എല്ലാവരും ഈക്വലി ബ്രൈറ്റ് ലാംപ്സ് ആണ്. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലത്തെ ചിരാതുകളായതുകൊണ്ട് എല്ലാറ്റിനും ഒരേ പ്രകാശമാണ്. കണ്ടാൽ ഒരു വ്യത്യാസം അറിയാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും ആ വൈഭവത്തിലൊന്നും വ്യത്യാസം ഇല്ല എന്നുള്ളത് പറയുന്നു, താത്വികമായിട്ട് പറയുന്നു. പക്ഷേ
ഒറിജിനൽ ലാമ്പ് കൃഷ്ണൻ തന്നെയാണെന്ന് പറയുന്നു. പിന്നെ അതിന്റെ 89ന്റെ പർപ്പട്ടിൽ പ്രഭുപാദ് മറ്റൊരു ഉദാഹരണം കൂടി ചേർക്കുന്നു. ശ്രീല ജീവഗോസ്വാമി പറയുന്നതായിട്ട് ശംഭുതത്വം, ശിവതത്വം എന്ന് പറയുന്നത് ഇതേപോലെ മറ്റൊരു ചിരാതാണ്, പക്ഷെ അതില് കരിന്തിരി പറ്റിയ ഒരു ചിരാത് എന്ന് പറയുന്നു. കുറച്ച് അതിനകത്ത് ആ തിരിയിൽ ചെറിയൊരു കാർബണൊക്കെ കരിന്തിരിയൊക്കെ പറ്റിയിരിക്കുന്ന സമയത്ത് അതിലും വെളിച്ചം ഉണ്ടാവും. അതും ചിരാത് തന്നെയാണ്, വിളക്ക് തന്നെയാണ്. പക്ഷെ ഫുള്ളി ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു കരിന്തിരി ഇല്ലാത്തൊരു വിളക്കിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു എക്സാമ്പിൾ ജീവഗോസ്വാമി പറയുന്നു. ഇതും കൂടെ കഴിഞ്ഞ് നിർത്താം, എന്നാൽ ഇതൊരു കറക്റ്റ് ആയിരിക്കും. ഇതൊരു കുറച്ച് രസമുള്ള കാര്യമാണിത്. സോ നാരായണ ഓർ കൃഷ്ണ ഏതാണ് എന്നുള്ളൊരു ചോദ്യം വരും. ആരാണ് എന്നുള്ള ചോദ്യം വരും. രണ്ടുമാണ്, നാരായണനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്, പക്ഷെ ഒന്നല്ല. നമ്മുടെ അചിന്ത്യ ഭേദാഭേദ തത്വം എന്നുള്ളത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്, പല രീതിയിൽ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് മാത്രമാണ് കാര്യം. സോ ഫസ്റ്റ് ശ്ലോകം ഉള്ളത് ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നാണ്. സിദ്ധാന്തതസ്തു അഭേദോ അപി ശ്രീശ കൃഷ്ണ സ്വരൂപയോഹോ രസേന ഉത്കൃഷ്യത്തെ കൃഷ്ണരൂപം ഏഷാ രസസ്ഥിതി എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ആക്ച്വലി നമുക്കിത് പഠിക്കാം, അത് വളരെ അതോറിറ്റേറ്റീവായിട്ട് നമുക്ക് പറയാം. സോ കൃഷ്ണനും വിഷ്ണുവും ഓണ്ടോളജിക്കലി എന്ന് വെച്ചാല് സിദ്ധാന്തപരമായിട്ട്, സൈദ്ധാന്തികമായിട്ട് അവരുടെ ഒരു ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാറ്റഗോറിക്കലി എന്നൊക്കെ പറയുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണനും വിഷ്ണുവും രണ്ടും ഒരേ പരമപുരുഷ ഭഗവാൻ തന്നെയാണ്. പക്ഷെ അതേസമയം രസേന ഉത്കൃഷ്യത്തെ കൃഷ്ണ, രസം കൊണ്ട് കൃഷ്ണൻ സ്പെഷ്യലാണ് എന്ന് പറയുന്നു. കൃഷ്ണ ഇസ് ദി സോഴ്സ് ഓഫ് അൺലിമിറ്റഡ് വെരിഗേറ്റഡ് രസ. ആ രസം മറ്റ് ഏത് രൂപങ്ങളിലും ആ രസം ദൃശ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ ഇന്ന് ഉച്ചയ്ക്കുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ജയവിജയന്മാരല്ല, ഈ എന്താണ്, വാട്ട് ഇസ് ദാറ്റ്, ഹിരണ്യകശിപു എന്ന് നരസിംഹ ഭഗവാനാൽ വധിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപു രാവണനായിട്ട് ജനിച്ചു. രാവണനായിരുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണനെ വധിച്ചു. പക്ഷെ ഈ സമയത്തൊന്നും അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ശിശുപാലനായിട്ട് ജന്മമെടുത്ത്, ആ ജന്മമെടുത്ത് എല്ലാ സമയം സദാസമയം അദ്ദേഹത്തിന്റെ ജീവിത സമയത്തൊക്കെ കൃഷ്ണന്റെ നാമവും കൃഷ്ണന്റെ സ്മരണയിലും ശിശുപാലൻ ജീവിതം കഴിച്ചുകൂട്ടി. എല്ലാം ഭഗവാനോട് വിരോധം, വിദ്വേഷത്തോടെ ആയിരുന്നു എങ്കിൽ പോലും ശിശുപാലൻ ഒരിക്കലും കൃഷ്ണനെ മറക്കാൻ സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാണ് കാര്യം. കൃഷ്ണന് ഭഗവാന്റെ മറ്റെല്ലാ രൂപങ്ങളെ കാട്ടിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ആ ഒരു രസത്തിന്റെ ഒരു എന്താ പറയാ, അതിൻ്റെ ഒരു ഉത്കൃഷ്ടത എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സുപ്രമസി, ഒരു അത് ഭഗവാൻ ഒരു വൈശിഷ്ട്യമുണ്ട്. കൃഷ്ണന് തന്നെ ആ വൈശിഷ്ട്യമുണ്ട്. മറ്റൊരു രൂപങ്ങളിലും ആ ഒരു ഇതില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. സെയിം ബൈ സിദ്ധാന്ത, ഡിഫറെന്റ് ബൈ രസ. അപ്പോൾ ഹിസ്റ്റോണിസ് ഭാനുസ്വാമി മഹാരാജ് ഇത് എവിടെ സംഭവിച്ചു എന്നുള്ളത് പറയുകയാണെങ്കിൽ, സ്ഥലം പറയുകയാണെങ്കിൽ വ്യക്തമാണ്. 2001 ഇസ്കോൺ കോയമ്പത്തൂരിന്റെ ഇനോഗ്രേഷൻ, റൈറ്റ്? ഇസ്കോൺ കോയമ്പത്തൂർ ഇപ്പോൾ ഉള്ള ആ സ്ഥലത്തേക്ക് മാറി ആ ക്ഷേത്രം പണിത ശേഷം 2001 ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. നമുക്കറിയാം, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി വന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിനുശേഷം എന്താണ്, ഭക്തന്മാര് വന്ന് കീർത്തനം ചെയ്ത് യജ്ഞം ചെയ്യുമ്പോഴാണ് ഒരു ആധ്യാത്മികമായിട്ടൊരു ഉദ്ഘാടനം സംഭവിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി പല പല വിശിഷ്ട വ്യക്തിത്വങ്ങളും വന്നിരുന്നു. ആ കാലഘട്ടത്തിലുള്ള വ്യക്തികള്, ഞാനൊക്കെ സ്കൂളിലായിരുന്നു, അല്ല അത് കഴിഞ്ഞു, സ്കൂൾ കഴിഞ്ഞു, അപ്പൊ കോളേജിലായിരുന്നു. അപ്പൊ ആ സമയത്ത് അതെ, അപ്പൊ ആ സമയത്തുള്ള ഉദ്ഘാടന സമയത്താണ് പല ഇസ്കോണിലെ സീനിയർ ഡിവോട്ടീസിനെയും ലീഡേഴ്സിനും ഒക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഭാനുസ്വാമി മഹാരാജ് അവിടെ പന്തൽ പ്രോഗ്രാമില് ആ ചിത്രം ഒന്ന് മനസ്സിൽ കാണുക. അവിടെ ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു, പല വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വിളിച്ചിരുന്നു. പ്രത്യേകിച്ചും ആ കൂട്ടത്തില്, ആ ഗ്രൂപ്പിൽ കുറെ ശ്രീ വൈഷ്ണവ ഭക്തന്മാരുണ്ടായിരുന്നു.
റൈറ്റ്. അവര് ശ്രീ വൈഷ്ണവ നമുക്കറിയാം, അയ്യങ്കാർ തിലകമൊക്കെ ഇട്ടിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അത് കണ്ടിട്ടാവണം എന്ന് തോന്നുന്നു ഭാനു മഹാരാജ് പ്രത്യേകിച്ചും വിശേഷിച്ചും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് മഹാരാജ് പറഞ്ഞ ഇതാണ്, ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടാൽ അറിയാം. മഹാരാജ് പറഞ്ഞു, ഹൗ മെനി ഓഫ് യു ലൈക്ക് ഇഡ്ലി എന്ന് ചോദിച്ചു. അപ്പൊ കുറെ പേര് കൈവക്കി, ഇഡ്ലി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം മഹാരാജ് ചോദിച്ചു, ഹൗ മെനി പീപ്പിൾ ലൈക്ക് ദോശ എന്ന് പറഞ്ഞപ്പോൾ വേറെ കുറെ വ്യക്തികൾ കൈ ഉയർത്തി. എന്നിട്ട് ചോദിച്ചു, ഹൗ മെനി ഓഫ് യു ലൈക്ക് ദോശ മോർ ദാൻ ഇഡ്ഡലി, ഇഡ്ഡലിയെക്കാളും കൂടുതൽ ദോശ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് കൈ ഉയർത്തി. ഈയുള്ള ഞാനും കൈ ഉയർത്തി, എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം. സോ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് മഹാരാജ് ചോദിച്ചു, ദോശയെക്കാളും കൂടുതൽ ഇഡ്ഡലി ഇഷ്ടമുള്ള വ്യക്തികൾ കൈ ഉയർത്തുക എന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടായിരുന്നു ആൾക്കാര്, കുറച്ച് പേരായിരുന്നു, താരതമ്യേന കുറവായിരുന്നു. അപ്പൊ ഭാനു മഹാരാജ് പറഞ്ഞു, ദോശയും ഇഡ്ഡലിയും രണ്ടും ഒരേ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇല്ലേ? അരിയും ഉഴുന്നും ഒക്കെ ചേർത്തിട്ടുള്ള മാവ് കൊണ്ട് തന്നെയാണ് രണ്ടും ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ദോശക്ക് എന്തോ ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ട് ഇഡ്ഡലിയെക്കാട്ടിലും. അറിയില്ല, ഇഡ്ഡലി സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. പക്ഷെ ഞാൻ ദോശ പക്ഷമാണ്. ഇഡ്ഡലി പക്ഷമുള്ളവർ ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഇതാണ് പോയിന്റ്, ദാറ്റ് അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പറയുന്നു, സിദ്ധാന്തം കൊണ്ട് സെയിം ആണെങ്കിലും കൃഷ്ണന് എന്തോ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണ് ആ സ്പെഷ്യാലിറ്റി? രസേന ഉത്കൃഷ്യത്തെ കൃഷ്ണ, കൃഷ്ണന്റെ രസ, റൈറ്റ്, ആ ഒരു സ്വീറ്റ്നെസ് വേറെ രൂപങ്ങൾക്കില്ല. അതുകൊണ്ട് കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണെന്ന് പറയുന്നു. ഓഫ്കോഴ്സ് ഈ ഡിസ്കഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രേക്ക്, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ് പ്രഭു. നമ്മള് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ആ 4 തരത്തിലുള്ള ഭഗവാന്. പിന്നെ നാരായണനിലും കൂടുതൽ എന്താണ് 4 രീതിയിലുള്ള 4 വിധത്തിലുള്ള എന്താണ് അതെ, എന്താ അതിന് പറയാ, അതുണ്ടായിരുന്നല്ലോ. അപ്പൊ ഒന്ന് അദ്ദേഹത്തിന്റെ ഭക്തന്മാര്, അദ്ദേഹത്തിന്റെ ഓടക്കുള്ളിൽ, അദ്ദേഹത്തിന്റെ ഭംഗി, അദ്ദേഹത്തിന്റെ പിന്നെ 4ാമത്തെ ലീലകൾ, എന്താന്ന് ഞാൻ ഓർക്കാനില്ല, ലീലകൾ. യെസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നാരായണനിലും മേലെയാണ് എന്നുള്ളത്. അതാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല എല്ലാവർക്കും. അതെ, അത് മനസ്സിലാവും. പക്ഷെ ഈ പ്രഭു ഇപ്പൊ പറഞ്ഞ ഒരു അറിവ് എത്ര റെയർ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഈ പറയൂല്ലോ, ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് 1000 ചതുർയുഗങ്ങൾ വരുന്നുണ്ട്, അല്ലേ? 4 യുഗങ്ങളുടെ ഒരു സൈക്കിളാണ് ചതുർയുഗം. അങ്ങനെ 1000 പ്രാവശ്യം ബ്രഹ്മാവിന്റെ ഒരു പകലിൽ തന്നെ വരുന്നുണ്ട്. അതിൽ ഒരൊറ്റ പ്രാവശ്യമാണ് കൃഷ്ണൻ വരുന്നത്. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു അതിന്റെ തുടർന്നുള്ള കലിയുഗത്തിൽ അവതരിക്കുന്നു. അപ്പൊ പ്രഭു ഈ പറഞ്ഞ ഒരു അറിവെന്ന് പറയുന്നത് എത്ര റെയർ ആണെന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? നമുക്കെന്തോ ആദ്യം നറുക്ക് വീണിട്ടുണ്ട്, നമുക്ക് ആദ്യം അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇത് അറിയില്ല. ശരിയല്ലേ? ഓക്കെ, റൈറ്റ്. നമ്മള് ഇസ്കോണിൽ ഇത് പറഞ്ഞു നമുക്കിത് സാധാരണമായി, സർവ്വസാധാരണമായി. പക്ഷെ പുറത്ത് നമ്മളിത് പോയി പറയുന്ന സമയത്ത് ഇത് പലർക്കും അത്ഭുതമാണ് ശരിക്കും. നമുക്ക് കേട്ട് അത് എന്താണ്, നമുക്കത് യൂസ്ഡായി, നമുക്ക് ഒരു രീതിയിൽ അത് പഴഞ്ചനായി. പക്ഷെ ആക്ച്വലി ഇതിനെത്ര വിലയുണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പുറത്തു പോയി നമ്മൾ പറയുമ്പോൾ ഇത് അറിയാൻ സാധിക്കും. റൈറ്റ്. പക്ഷെ പ്രഭു പറഞ്ഞ കറക്റ്റാണ്. ആ 4 വേണുമാധുരി, രൂപമാധുരി, ലീലാമാധുരി, ഭക്തമാധുരി, ഈ 4 കാര്യം ശരിയാണ്. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, ഈ നമ്മള് ആക്ച്വലി ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ഐ മീൻ ഇസ്കോണിൽ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എളുപ്പം ചിന്തിക്കുന്നത് വിഷ്ണുവിനെ ആയിരിക്കും. കാരണം ആ 3 വിഷ്ണുക്കളിൽ കൂടിയാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആ വിഷ്ണുവിനായിരിക്കും, അല്ലെ, എല്ലാവർക്കും. അതുകൊണ്ടായിരിക്കും വിഷ്ണുവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ കൃഷ്ണനല്ല ആദ്യം വിഷ്ണു, നാരായണ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ വിഷ്ണുവിനോടായിരിക്കും നമ്മൾ പെട്ടെന്നുള്ള സമീപനം.
അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ കൃഷ്ണനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമുക്ക് ഓക്കെ, സുപ്രീം പേഴ്സണാലിറ്റി ഒരേ വ്യക്തിത്വമാണ്, പക്ഷെ കൃഷ്ണൻ എന്നുള്ള അൾട്ടിമേറ്റ് ഫോമില് ഇത്രയും ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനർത്ഥം നമ്മൾ വിഷ്ണുവിന്റെ രൂപത്തെയോ നാരായണനെയോ നമ്മൾ വേണ്ടെന്ന് പറയുന്നതല്ലല്ലോ, അല്ലെ? ഇല്ല. അല്ല, നമ്മളെ കൂടാതെ മറ്റുള്ളവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവരുടെ അവസ്ഥയിൽ അവർ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ താഴത്തെ പോയിന്റ് ഇട്ടത്. നമുക്കിത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു ദിവസത്തേക്ക് ഒരു ഡിസ്കഷൻ ആണത്. ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ പ്രഭു? യെസ് പ്രഭു, നമ്മൾ എപ്പോഴും വിഷ്ണു എന്ന് പറയുമ്പോൾ ചതുർഭുജായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ സത്യത്തിൽ വിഷ്ണുവിന്റെ മീനിങ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു അർത്ഥമല്ലേ പ്രഭു? അപ്പൊ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ആ ഒരു ചതുർഭുജം എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്? അപ്പം വിഷ്ണു തത്വങ്ങളൊക്കെ വിഷ്ണു ഇതിൽ തന്നെയല്ലേ പെടുന്നത്? അല്ല, വിഷ്ണു തത്വങ്ങളൊക്കെ 4 കൈയുള്ള രൂപമായിട്ടല്ലേ പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിന്റെയും രൂപം ചതുർഭുജമാണ്. അത് പറയുന്നുണ്ട്, നമ്മുടെ പരീക്ഷിത് മഹാരാജാവിന്റെ ഇതിൽ വരുമ്പോ പറയുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവ് കാണുന്നില്ലേ ഇതിനകത്ത് വന്നിട്ട് എന്താണ് ഉത്തരാഗർഭത്തിൽ വന്നിട്ട് അവിടെ രക്ഷിക്കാൻ വരുന്നു. അത് പരമാത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് 4 കൈയുള്ള രൂപമാണ്. അപ്പം നമ്മൾ കൃഷ്ണനും വിഷ്ണു എന്ന് പറയുന്നുണ്ടല്ലോ പ്രഭു, ദ്വിഭുജം. അതെന്തുകൊണ്ടായിരിക്കാം? അല്ലെങ്കിൽ ചോദ്യം മനസ്സിലായില്ല എനിക്ക്. അല്ല, ഞാൻ ഇങ്ങനെയല്ലേ ശരിക്കും ആ മീനിങ് നോക്കുമ്പോഴേ ചതുർഭുജം എന്നല്ലല്ലോ, അല്ലല്ലോ, ശരിക്ക് സർവ്വ വ്യാപിച്ചിടക്കുന്നു എന്നുള്ളതല്ലേ? അതുകൊണ്ടായിരിക്കും എല്ലാരും വിഷ്ണു എന്ന് പറയുമ്പോൾ നാരായണനെ വിചാരിക്കുന്നത്. അങ്ങനെയായിരിക്കും കൃഷ്ണനെ കൃഷ്ണനല്ല വിഷ്ണുവാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ശരൺ. പ്രഭു എന്താ വെച്ചാല് കൃഷ്ണൻ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇസ്കോണിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ കൃഷ്ണനാണ് ദി സുപ്രീം ഗോഡ്, പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പം പുറത്തിപ്പം പലരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അത് വിഷ്ണു എന്ന് പറയുമ്പം അവര് ഉദ്ദേശിക്കുന്നത് നാരായണ ചതുർഭുജ രൂപം അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും കൃഷ്ണനെ ആയിട്ട് അവര് കൃഷ്ണൻ വിഷ്ണു എന്നുള്ള ആ രീതിയിൽ കാണുന്നില്ലല്ലോ. കൃഷ്ണനും വിഷ്ണു അങ്ങനെ വിഷ്ണു എന്ന് വിഷ്ണു തത്വം തന്നെയല്ലേ കൃഷ്ണൻ എന്ന് പറയുന്നത്? എനിക്ക് അത്രയും ക്ലിയർ ആയില്ല ഇനി. കൃഷ്ണനെ നമ്മൾ വിഷ്ണു എന്ന് പറയില്ല പ്രഭു, വിഷ്ണു എന്ന് പറയില്ലേ? അങ്ങനെ പറയാൻ പാടില്ലേ? എങ്ങനെയാണത് പ്രഭു? എനിക്ക് മനസ്സിലായില്ല. എനിക്കിനി വേറെ ആർക്കെങ്കിലും മനസ്സിലായോ ചോദ്യം? കൃഷ്ണനെ വിഷ്ണു എന്നും കൂടി പറയുമോ എന്നുള്ളതാണോ എന്ന്? മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഉദ്ദേശിക്കുന്നത് കൃഷ്ണനും വിഷ്ണുവും ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണോ ചോദിച്ചത്? കൃഷ്ണൻ ഇപ്പം അതായത് ഇപ്പം പ്രഭു പറഞ്ഞ പോലെ ഗുണങ്ങൾ നോക്കുമ്പോൾ 4 ഗുണങ്ങൾ ഭഗവാന് കൂടുതലാണ് കൃഷ്ണന്. അപ്പം അതുകൊണ്ട് സുപ്രീം അങ്ങനെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയും ഭഗവാൻ ഏറ്റവും സുപ്രീം ഗോഡ്, പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡിൽ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ കൃഷ്ണനെ നമ്മൾ വിഷ്ണു എന്ന് വിളിക്കാൻ പാടില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു, മാതാജി ചോദിക്കുന്നത് കൃഷ്ണനും എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതല്ലേ? വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നതെന്നല്ലേ? കൃഷ്ണനും എല്ലാം വ്യാപിച്ചിരിക്കുന്നതല്ലേ? അപ്പൊ കൃഷ്ണനെ വിഷ്ണു എന്ന് വിളിക്കില്ലേ എന്ന് ചോദിക്കണം അല്ലേ മാതാജി? അതെ, അങ്ങനെ പറയുന്നത് അത് തെറ്റാണോ? ആ വിഷ്ണു തെറ്റല്ല. അത് ആക്ച്വലി ഇനി അടുത്തത് വരുന്നുണ്ട്. ഇത് സെയിം പോയിന്റ് ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഇന്നത്തെ തന്നെ സ്ലൈഡ്സിൽ വരുന്നുണ്ട്. യെസ്. ഇത് വേറൊരു സംശയത്തിന് വേണ്ടിട്ടായിരുന്നു പ്രഭു. ഇത് കഴിഞ്ഞെങ്കിൽ അടുത്തല്ലേ? ഓക്കെ.
ഒന്ന് ഇതിലൊരു അല്ല കമന്റ് ആഡ് ചെയ്യും. മാതാജി പറഞ്ഞോളൂ. അല്ല മാതാജി ഇങ്ങനെ രണ്ടും ഒന്നല്ലേ എന്നല്ല, നമ്മളിപ്പോ ഇസ്കോണിൽ വന്ന അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യൻസിൽ വരുമ്പോ അത് ശരിക്കും രണ്ടും രണ്ടല്ലേ? വിഷ്ണു എന്നുള്ളത് വേറെ കൺസെപ്റ്റ് ആണല്ലേ നമ്മൾ? അല്ല, നമുക്കത് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ സ്ലൈഡ്സ് വരുമ്പോൾ അവിടെ വെച്ച് പറയാം. ഓക്കെ. Yeah. ഓക്കെ. ഹരേ കൃഷ്ണ. സോ ഇതിനു മുമ്പ് പറഞ്ഞതിൽ ഒന്ന് ആഡ് ചെയ്യാണ്. ദോശയുടെ ഇഡ്ലിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. അതില് ഒരു ശ്രീ വൈഷ്ണവത്തില് ഫോളോ ചെയ്തിട്ട് ഇസ്കോണില് പ്രഭുപാദയുടെ ബുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിവോട്ടി ഷെയർ ചെയ്തതാണ് ഈ ആഴ്വാറുകൾ എഴുതിയിട്ടുള്ള പാട്ടുകൾ. അതിലും കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ലീലകളും കൃഷ്ണന്റെ സൗന്ദര്യവും ഒക്കെയാണ് കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടും വളരെ എലാബറേറ്റ് ആയിട്ടും എഴുതിയിട്ടുള്ളത്. ശ്രീ വൈഷ്ണവ ഡിവോട്ടി ഷെയർ ചെയ്തതാണ് ഈ കാര്യം. സോ പക്ഷെ അവർക്ക് ഇഷ്ടം ഇഡ്ലിയോടാണ് എന്നുള്ളതേ ഉള്ളൂ. അതെ, തിരുപ്പാവയൊക്കെ കൃഷ്ണനെ കുറിച്ചല്ലേ, ആണ്ടാൾ തിരുപ്പാവയൊക്കെ. അതെ അതെ. ഒരു സംശയം, ഈ ശിവനെ കുറിച്ച് പറയുന്ന പോർഷനിൽ ആ സ്ലൈഡ് ഒന്ന് എടുക്കും. അതായത് ആ കരിന്തിരി വന്നതുപോലെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പർപ്പട്ടില് തമോ ഗുണത്തിന്റെ അധിപതിയായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശ്ലോകം 89. ശംഭുതത്വം അഥവാ മഹാദേവൻ തമോ ഗുണത്തിന്റെ അധിഷ്ഠാന ദേവനാകിയാൽ കരിന്തിരി പറ്റിയൊരു ദീപത്തെ പോലെയാണ് എന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കുക? അതായത് ഇപ്പോ തമോ ഗുണത്തിന്റെ അധിപതി എടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ ബ്രഹ്മാവും കൂടി രജോഗുണത്തിന്റെ അധിപതി അല്ലേ? അതൊന്നും അവിടെ വരുന്നില്ലല്ലോ. ശംഭുതത്വം മാത്രമല്ലേ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. ബ്രഹ്മാവിന്റെ തത്വം ജീവാത്മാവിനെ പോലെയല്ലേ നമുക്ക്. അപ്പൊ തമോ ഗുണത്തിന്റെ അധിപതി ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് എനിക്ക് അത്ര ക്ലാരിറ്റി, അല്ലെങ്കിൽ മെറ്റീരിയൽ നേച്ചറുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണോ? ഇംഗ്ലീഷിൽ സെയിം ആണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതൊന്ന് ചോദിക്കണം. ഞങ്ങളുടെ ആക്ച്വലി ഇവിടെ സംഘർഷൻ പ്രഭു ഉണ്ട് നെക്സ്റ്റ് റൂമിൽ, റൈറ്റ് പേഴ്സൺ ആണ് ചോദിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു പറയാം. പ്രഭു ഒരു മിനിറ്റ്. അതിനു മുമ്പ് ശ്രീല ജീവഗോസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് ശംഭോസ്തു തമോ അധിഷ്ഠാനത്വാത് എന്ന ശ്ലോകത്തിലുണ്ട്. അതെ അതെ, തമോ അധിഷ്ഠാനത്വാത് അതുകൊണ്ട് എന്ന് പറയുന്നു അല്ലേ? ശ്ലോകത്തിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ജീവഗോസ്വാമി അങ്ങനെ അഭിപ്രായപ്പെടുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ക്ലാരിഫിക്കേഷൻ. നമുക്കൊന്ന് മുന്നോട്ട് പോവാം. ഇനി കുറച്ചുണ്ട്. സോറി, ഞാനാണ് ലേറ്റ് ആക്കിയത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. സോ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് 91 ശ്ലോകം മുതൽ കൃഷ്ണൻ ആശ്രയധാമമാണ് എന്ന് പറയുന്നു. ആശ്രയ എന്ന് പറഞ്ഞാല് ഷെൽട്ടർ അല്ലെ? അതായത് ബാക്കി എല്ലാറ്റിൻ്റെയും ആശ്രയത്തിന് എന്താ മലയാളം വാക്ക്? ആശ്രയം തന്നെയാണ്. സോ കൃഷ്ണനാണ് എല്ലാറ്റിനും ആശ്രയം എന്ന് പറയുന്നു. അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിലെ ഈ ശ്ലോകം, അതായത് അത്ര സർഗോ വിസർഗശ്ച എന്ന് പറയുന്ന ശ്ലോകം, അതായത് ശ്രീമദ് ഭാഗവതത്തില് 10 വിഷയങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രതിപാദ്യ വിഷയങ്ങൾ ഭാഗവതത്തിൽ 10 എണ്ണമാണ് ഉള്ളത്. അത് നോക്കിയാൽ ഈ 10 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ റീസെന്റ് ഈ ഭാഗവതത്തിനെ കുറിച്ചിട്ട് ഹിസ് ഓണേഴ്സ് ഭക്തി വിജ്ഞാൻ ഗോസ്വാമി മഹാരാജ് ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് മഹാരാജ് തരുന്നുണ്ട്. ഞാൻ പലപ്പോഴും മിസ് ചെയ്യുന്നു, പക്ഷെ മഹാരാജിന്റെ ക്ലാസ്സസ് അത്രയും ശരിക്ക് ഭാഗവതത്തിന്റെ ഒരു ബ്യൂട്ടി മഹാരാജ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കിട്ടിയത്. സോ സർഗ എന്ന് പറയുന്നത് അതായത് ഒരു പുരാണം. ഓക്കെ, 18 പുരാണങ്ങൾ നമുക്കറിയാം. ഈ 18 പുരാണങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 എണ്ണം ആയിരിക്കും അതിനകത്ത് പ്രതിപാദ്യം. എല്ലാ പുരാണങ്ങളും എല്ലാ 10 എണ്ണം ഉണ്ടാവണമെന്നില്ല, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഭാഗവതം പോലുള്ള പുരാണത്തില് 10 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് സർഗം. സർഗം എന്ന് വെച്ചാൽ പ്രാഥമിക സൃഷ്ടി. സർഗം എന്ന് വെച്ചാൽ പ്രാഥമിക സൃഷ്ടി. അതായത് ഒരു സ്റ്റേജ് വേണമല്ലോ നമുക്കിപ്പോൾ. ഭൗതിക ലോകം ഒരു എന്താ പറയുക, ഒരു
നാടകമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജീവിതം ഒരു നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അതിനൊരു വേദി ആവശ്യമുണ്ട്, സ്റ്റേജ് നമ്മൾ പണിയണം. അപ്പൊ അത് സ്റ്റേജ് പണിയുന്നത് വിഷ്ണുവാണ്. ആദ്യത്തെ ക്രിയേഷൻ, അതിനാണ് സർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രിയേഷൻ, ആ സ്റ്റേജ് പണിത് കഴിഞ്ഞാൽ സ്റ്റേജ് മാത്രമല്ല പണിയുന്നത്, ഇനി അങ്ങോട്ട് ചെയ്യേണ്ട വിസർഗം ചെയ്യാൻ വേണ്ടി ബ്രഹ്മാവിനെയും വിഷ്ണു സൃഷ്ടിച്ച് സർഗപ്രക്രിയ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ട ശേഷം, ബ്രഹ്മാവിന് അറിവും കൊടുത്ത ശേഷം പിന്നീടുള്ള ക്രിയേഷൻ ബ്രഹ്മാവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഭുപാദ് സെക്കൻഡറി ക്രിയേറ്റർ എന്ന് പറയുന്നു. ആ സ്റ്റേജിൽ നമുക്ക് ക്യാരക്ടേഴ്സ് ആവശ്യമുണ്ട്, നമുക്ക് വ്യക്തിത്വങ്ങൾ, അതിൽ നാടകം നടിക്കാനുള്ള കഥാപാത്രങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പല 84 ലക്ഷം തരത്തിലുള്ള യോനികൾ അതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ബ്ലൂ പ്രിന്റ്, ഇതിനൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെക്നോളജി ബ്ലൂ പ്രിന്റ് ഒക്കെ ഭഗവാൻ ബ്രഹ്മാവിനെ നൽകി കഴിഞ്ഞു. പക്ഷെ ആ ടെക്നോളജി ഫോളോ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രഹ്മാവാണ്. റൈറ്റ്? അപ്പൊ അങ്ങനെ ഇതായി. ഇനി ശരി, ക്രിയേഷൻ നടന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം ക്രിയേഷനായി ഇതായി. ഇനി നമ്മളൊരു നാടകമാണെങ്കിലും ജീവിതമാണെങ്കിലും പ്രപഞ്ചമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ, അതിനൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ ആവശ്യമുണ്ടില്ല. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷണൽ ലോ ഉണ്ട്. ഇതൊക്കെ സ്ഥൂലമായിട്ടുള്ള നിയമങ്ങൾ. പിന്നെ സൂക്ഷ്മമായിട്ടുള്ള നിയമങ്ങൾ, കർമ്മ നിയമങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ? നല്ലത് ചെയ്താൽ നല്ലത് വരും, അങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പൊ ഈ എല്ലാ നിയമങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതിനെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ഓഫ് ദി യൂണിവേഴ്സ്. ആ നിയമങ്ങൾ ഉണ്ടെങ്കിലേ സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. നാച്ചുറൽ ബൗണ്ടറീസ് വെക്കുക, ലോസ്. ഉദാഹരണത്തിന് പ്രഭുപാദ് പറയുന്ന പോലെ ഒരു കടലിനൊരു ബൗണ്ടറി ഉണ്ട്. ഈ മഴക്കാലത്ത് ചോദിക്കരുത്, പക്ഷെ അല്ലെങ്കിൽ കടലിനൊരു ഒരു പരിമിതി ഉണ്ട്, അത് കടന്ന് കടൽ വരില്ല, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ബൗണ്ടറീസ് സെറ്റിംഗ് ആണ് സ്ഥാനം, ലോസ്. പിന്നെ പോഷണം, അതായത് ഭക്തന്മാർക്കുള്ള സംരക്ഷണത്തിനെ കുറിച്ച് പറയുന്നു, അനുഗ്രഹ ശക്തിയെ കുറിച്ചിട്ട്. ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, എന്തായാലും സ്ലൈഡ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പിന്നെ ഊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്രേരണ. അത് നമുക്ക് ആ പ്രേരണ ചിലപ്പോൾ നമ്മുടെ അവബോധത്തെ ഉയർത്തും, ചിലപ്പോൾ താഴ്ത്തുകയും ചെയ്യും. നമുക്ക് ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് മുകളിലേക്കും പോവാം, താഴേക്കും പോവാം. അങ്ങനെയുള്ള പ്രേരണകളൊക്കെ വരും. നമ്മളെ ചീത്ത ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗത്ത് വരുന്നു. മന്വന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുക്കളുടെ കാലഘട്ടങ്ങൾ. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ധാർമ്മികമായ പ്രവൃത്തികൾ വഴി, പെരുമാറ്റം വഴി നമുക്ക് പുരോഗതി ഉണ്ടാക്കാം ജീവിതത്തിൽ എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നു. പിന്നെ ഈശാനു കഥ, ഭഗവാന്റെ അവതാരങ്ങളുടെയും ഭക്തന്മാരുടെയും രണ്ട് വ്യക്തിത്വങ്ങളുടെയും കഥകളെ, അവരുടെ ലീലകളെ കുറിച്ച് പറയുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാരുടെ ജീവിതം, ഓരോ സാഹചര്യത്തിലും ഭക്തന്മാർ എന്ത് ചെയ്തു, ഭഗവാൻ എങ്ങനെ അവരുമായിട്ട് അവരെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള ആ ലീലകൾ പഠിച്ച് നമ്മളിലും ആ ഭക്തി ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈശാനു കഥ. പിന്നെ നിരോധ എന്ന് പറയുന്നത് ഭൗതിക സൃഷ്ടിയെ പിൻവലിക്കുന്ന ആ ഒരു സംഹാര പ്രക്രിയ. അതില് ഇതും പറയുന്നുണ്ട്, അത് വെറുതെ ഭൗതികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള സംഹാരം മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ബദ്ധാവസ്ഥയും ക്രമേണ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചും അതിനെയും നിരോധം എന്നാണ് പറയുന്നത്. അതിനുശേഷം മുക്തി എന്ന് വെച്ചാല് എന്തിൽ നിന്നോ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്വരൂപത്തിൽ മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് സ്വരൂപ അവസ്ഥ, ഭഗവാന്റെ സേവകന്മാരെന്നുള്ള ആ സ്വരൂപ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതും മുക്തി എന്നുള്ള വാക്ക് കുറിക്കുന്നു. അവസാനം ആശ്രയ. ഇത്രയൊക്കെ കഴിഞ്ഞാലും എല്ലാം വന്ന് നിൽക്കുന്നത് അൾട്ടിമേറ്റ് ഷെൽട്ടർ, എല്ലാവർക്കും നിവാസസ്ഥാനമായിട്ടുള്ള ആ ഭഗവാന്റെ ഭാഗവതം ഭാഷയിൽ പറഞ്ഞാൽ ആ ഭഗവാന്റെ തൃപ്പാദങ്കല് പരിശുദ്ധമായ പ്രേമം വളർത്തുക എന്നുള്ളതാണ് ആശ്രയം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 10 കാര്യങ്ങളും ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. പിന്നെ പറയുന്ന കാര്യം ഇതേ ശ്ലോകങ്ങളിലാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. നേരത്തെ പറഞ്ഞ ഈ 9 കാര്യങ്ങളും ആശ്രിത എന്ന് പറയും. അതായത് ഈ 10ാമത്തെ കാര്യം നമ്പർ പറയാമോ? ഭാഗവതത്തിന്റെ ഏതാ പ്രഭു? ഈ 10 കാര്യങ്ങളാൽ ശ്ലോകത്തിന്റെ നമ്പർ പറയാമോ ഭാഗവതത്തിലെ?
ഈ ശ്ലോകത്തിന്റെ പറയാം, അത് മറ്റേ ഇതിലാണ് 2-ാം സ്കന്ധത്തില് മറ്റേ അത്ര അത് നോക്കി പറയാം പ്രഭു. ആരെങ്കിലും ഒന്ന് നോക്കാമോ? സ്കന്ധത്തിലാണ്, ഞാൻ നോക്കിക്കോളാം. ശ്ലോകത്തിന്റെ പർപ്പറ്റിലുണ്ട് 2:10 1 and 2. 2:10 1 and 2 കറക്റ്റ്. 2-ാം സ്കന്ധം 10-ാം അധ്യായം 1ഉം 2ഉം. ഓക്കെ താങ്ക് യു ബ്രോ. ഹരിബോൾ. സോ ആദ്യത്തെ 9 ടോപ്പിക്സിന് ആശ്രിത എന്ന് പറയുന്നു, 10-ാമത്തേന് ആശ്രയ എന്ന് പറയുന്നു. കൃഷ്ണനാണ് ആശ്രയം. ആൻഡ് 95-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അപ്പൊ ശരി, ആശ്രയം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരെ, വേറെ എന്തിനാ ഈ പറയുന്ന ഇത്രയും സർക്കസ് കാണിക്കുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ അതില് ഉത്തരം പറയുന്ന ഇതാണ്, ആശ്രിത തത്വങ്ങളെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? നമ്മൾ ചിലപ്പോൾ ഈ വിഷയങ്ങളിൽ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആവും. ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇല്ലേ, എങ്ങനെ സൃഷ്ടി നടക്കുന്നു, എന്തെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ആ അവസാന 7 ദിവസത്തിനകത്താണ് ഇതൊക്കെ അറിയാൻ പോകുന്നത്. അദ്ദേഹത്തിന് എന്താ ഇത് അറിഞ്ഞിട്ട് ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ ആശ്രിത തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പഠിക്കാനുള്ളതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഇതിനൊക്കെ സൃഷ്ടിച്ച, ഇതിൻ്റെയൊക്കെ പുറകില് കാരണമായിട്ടിരിക്കുന്ന, മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? തിരിച്ച് ഭഗവാൻ നമ്മളെ സ്വമേധയാ, നമ്മുടെ തന്നെ ഫ്രീ വിൽ, നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ പഠിച്ച്, അനുഭവിക്കേണ്ട അനുഭവങ്ങളൊക്കെ അനുഭവിച്ച്, കഷ്ടപ്പെടേണ്ട കഷ്ടപ്പാടുകളൊക്കെ കഷ്ടപ്പെട്ട്, പിന്നെ എന്താ പറയാ, ഏതൊക്കെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് കൊടുക്കേണ്ട പൈസയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം അനുഭവിച്ച് അവസാനം നല്ലൊരു പക്വതയോടെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൃഷ്ണ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആശ്രിത തത്വങ്ങൾ നമ്മൾ പഠിക്കണം, ആ അനുഭവം നമുക്ക് ഉണ്ടാവണം. ആൻഡ് ഫൈനലി അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട്, ദൃഢമായിട്ട്, പരിപൂർണമായിട്ട് ആശ്രയ തത്വമായ കൃഷ്ണനെ നമുക്ക് ശരണം പ്രാപിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്രയും വലിയ കാര്യങ്ങളുടെയൊക്കെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. വേറൊരു കാര്യം പറയുന്നത്, ലെസർ പുരാണാസ്. നമ്മൾ ആദ്യം പറഞ്ഞു 10 വിഷയങ്ങൾ പറഞ്ഞു. പക്ഷേ എല്ലാ പുരാണങ്ങളും, 18 പുരാണങ്ങളുണ്ട് അല്ലെ, 18 പുരാണങ്ങളുണ്ട്. ഈ എല്ലാ പുരാണങ്ങളിലും ഈ 10 വിഷയങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഈ പർപ്പട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 12th കാൻറ്റോ ഈ പർപ്പട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഈ 10 അല്ല 5 വിഷയങ്ങളേ ഉള്ളൂ ആ മറ്റു പുരാണങ്ങളിൽ. വളരെ വിശേഷിച്ചും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രയം എന്നുള്ള ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കാതലായ ആ ഒരു വിഷയം പല പുരാണങ്ങളിലും ഇല്ല. ഈ 10 കാര്യങ്ങൾ ഉള്ള പുരാണങ്ങളെ, 10 വിഷയങ്ങൾ ഉള്ള പുരാണങ്ങളെ മഹാപുരാണം എന്ന് പറയും. മനസ്സിലായില്ലേ? മഹാപുരാണം എന്നുള്ള വാക്കിനർത്ഥം ഇത് അഗൈൻ ഇപ്പോൾ റീസെന്റ് ഭക്തി വിജ്ഞാൻ ഗോസ്വാമി മഹാരാജിന്റെ ക്ലാസ്സിലാണ് പറഞ്ഞത്. ഈ 10 ടോപ്പിക്സ് ഉള്ളതിനെ മഹാപുരാണം എന്ന് പറയും. അങ്ങനെ 18 പുരാണങ്ങൾ വെച്ച് വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, ശ്രീമദ് ഭാഗവതം, ഇതിനെയൊക്കെയാണ് മഹാപുരാണം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഭാഗവതം ശ്രീമദ് ഭാഗവതം 2ആയിട്ട് എഴുതിയത്? ഇത് അഗൈൻ ഭാനുസ്വാമി മഹാരാജിന്റെ ക്ലാസ്, ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളത്, ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുള്ളത് മാത്രമാണ് ഇവിടെ എഴുതാൻ ധൈര്യപ്പെടുന്നത്. സോ മഹാരാജ് പറഞ്ഞു 18 പുരാണങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, വേദവ്യാസൻ, വ്യാസദേവൻ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, നാരദമുനി വരുന്ന സമയത്ത് അദ്ദേഹം വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസം, പുരാണങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞു. 18 പുരാണങ്ങൾ അദ്ദേഹം എഴുതി കഴിഞ്ഞു. അതിൽ ഭാഗവത പുരാണവും അതിൽ ഉൾപ്പെടുന്നുണ്ട് ആ 18. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അതുകൊണ്ട് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ഈ ഭാഗവത പുരാണത്തിനെ എടുത്ത് അദ്ദേഹം വീണ്ടും റീകമ്പൈൽ ചെയ്തു, വീണ്ടും അതിനെ ക്രോഡീകരിച്ചു, അതിനെ എഡിറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് ഇനിയും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പുരാണം എന്നുള്ള രീതിയിൽ ഭാഗവത പുരാണത്തിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ശ്രീമദ് ഭാഗവതം എന്ന് ഉണ്ടാക്കിയത് എന്ന് ഭാനുസ്വാമി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ആരിൽ നിന്ന് ഇത് കേട്ടിട്ടില്ല, പക്ഷെ മഹാരാജിൽ നിന്ന് പലതവണ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് തോന്നി. സോ ഇവിടെ പറയുന്നത് എല്ലാം കൃഷ്ണൻ മാത്രമാണ് ആശ്രയ തത്വം. ഇവിടെ ഈ ചിത്രമിടാൻ ഒരു കാരണമുണ്ട്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ബലരാമൻ പോലും, കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമായ ബലരാമൻ പോലും, പ്രഭുപാദ് ആ എക്സാമ്പിൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൃഷ്ണ ബലറാം വൃന്ദാവനിൽ പോയാലും നമുക്ക് ഈ ട്രിവാൻഡ്രത്ത് വന്നാലും എവിടെയാണെങ്കിലും ഈ ബലരാമൻ കൃഷ്ണന്റെ തോളില് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അത്
പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ബലരാമന് പോലും എന്താ പറയുക, ഒരു താങ്ങ് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ ആരെയും ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കൃഷ്ണ ഇസ് കംപ്ലീറ്റ്ലി ആശ്രയ. കൃഷ്ണന് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, വേറെ ആരുമില്ല. ഏകാലേ ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ എന്ന് പറഞ്ഞിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഇത്രയും തീരുവോ? എന്ത് ചെയ്യാം, തീരുന്നവരെ തീർക്കാം, 9 വരെ. ഓക്കെ. സോ കൃഷ്ണന്റെ സ്വരൂപങ്ങളുണ്ട്, ശക്തികളുണ്ട്. ഇത് ഓവർലോഡ് ആവുന്നുണ്ടോ? ഇല്ല പ്രഭു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ പോകുന്നവരെ പോവാം. ഒരു കൃഷ്ണന്റെ സ്വരൂപങ്ങളുണ്ട്, ശക്തികളുണ്ട്. സോ സ്വരൂപങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ 96-ാമത്തെ ശ്ലോകത്തില് ശ്രീല ജീവഗോസ്വാമി ഭക്തി സന്ദർഭത്തിൽ നിന്ന് എടുത്തു പറയുന്നു, പരമസത്യം അല്ലെങ്കിൽ നിരപേക്ഷ സത്യം 4 ഭാവങ്ങളില് ഒരേ സമയത്ത് എന്താണ് നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഒന്ന് ഭഗവാന്റെ രൂപമായിട്ട്, നാനാവിധ രൂപങ്ങൾ, കൃഷ്ണൻ ആദിയായി പക്ഷെ നാനാവിധ രൂപങ്ങൾ, ഭഗവത് രൂപങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ അവ്യക്തിഗതമായ ആ പ്രഭയായിട്ട് നിൽക്കുന്നുണ്ട്, പ്രകാശമായിട്ട് നിൽക്കുന്നു. മൂന്നാമത് ഭഗവാന്റെ തന്നെ ശക്തിയുടെ കണികകളായിട്ട്, അതായത് ജീവാത്മാക്കളായിട്ട് നിൽക്കുന്നു. അത് വിഭിന്നാംശങ്ങളാണ് ഭഗവാന്റെ. ഇതൊന്നും കൂടാതെ നാലാമത് ഭൗതികമായിട്ടുള്ള എല്ലാ കാരണങ്ങളുടെയും ആദി കാരണമായിട്ടുള്ള പ്രധാനം എന്ന് പറയുന്ന ഭൗതികതയുടെ ബീജമാണത്, അല്ലെ? അപ്പൊ അതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 4 രൂപത്തില് ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ, ഇങ്ങനെ 4 രീതിയിലും പരമസത്യം, നിരപേക്ഷ സത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതിന് ഉദാഹരണം, അതിനൊരു ഉപമ കൊടുക്കുന്നുണ്ട്. സൺ ഗോഡിനെ ഭഗവാന്റെ പേഴ്സണാലിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നെ ഗ്ലെയർ ഓഫ് ഹിസ് ഗ്ലോയിങ് സ്ഫിയർ, ഭഗവാന്റെ ആ സൂര്യ തേജസ്സിനെ, സൂര്യഗോളത്തിന്റെ ആ തേജസ്സിനെ ബ്രഹ്മജ്യോതിസുമായിട്ടും, പിന്നെ സൂര്യഗ്രഹത്തിനകത്തുള്ള സൂര്യരശ്മികൾ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വായിച്ച് 2-3 പ്രാവശ്യം വായിച്ചു നോക്കി. പക്ഷെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സൂര്യഗ്രഹത്തിനുള്ള സൂര്യകിരണങ്ങളോട് ഈ ജീവാത്മാക്കൾ ഉപമിക്കുന്നു. പിന്നെ അത് കൂടാതെ എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്, അല്ലെ, സൂര്യരശ്മികൾ. പിന്നെ അതിനുശേഷം സൂര്യന്റെ പ്രതിഫലനം മറ്റ് വസ്തുക്കളിൽ അതിനെ പ്രധാനത്തോട് ഉപമിക്കുന്നു. അപ്പൊ ഇങ്ങനൊരു ഉപമ ഇവിടെ ഉണ്ട്. ഇനി രസകരമായ കാര്യം എന്ന് പറഞ്ഞാല്, ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും മോഡേൺ സയന്റിസ്റ്റ് ആണെങ്കിലും ശരി, ഇംപേഴ്സണലിസ്റ്റ് അവ്യക്തിഗതവാദികളാണെങ്കിലും ശരി, അവര് ഈ ലോകത്തിന്റെയൊക്കെ സൃഷ്ടിയുടെ ഉറവിടം നമ്മൾ കണ്ടെത്തുമ്പോൾ ഇവർ ആത്മാവിനെ കാണുന്നില്ല, ബ്രഹ്മജ്യോതിസിനെ കാണുന്നില്ല, പിന്നെ തീർച്ചയായിട്ടും ഭഗവാനെ കാണുന്നില്ല. അവർക്കാകെ കാണാൻ പറ്റുന്നത് ഈ പ്രത്യക്ഷ പ്രപഞ്ചമാണ്. അതിനെ ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് അതിൽ കുറേ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ വെച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും സൃഷ്ടി അവർ ബാക്കിലോട്ട് ഇങ്ങനെ ടൈമിനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഈവന്റ് ഹൊറൈസൺ എന്നൊക്കെ സംഭവങ്ങളുണ്ട്. വലിയ കഥയാണിത്. വലിയൊരു എന്താ പറയുക, ഒരു അത് ഇങ്ങനെ ഫിക്ഷൻ പോലെ ഇരിക്കും വായിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഫൈനലി ഇത് സിംഗുലാരിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് ഇല്ല, ടൈം ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 0-0 സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നതിനെയാണ് അവർ സിംഗുലാരിറ്റി എന്ന് പറയും. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ അതിനെ പ്രധാന എന്ന് പറയുന്നു. അവർക്ക് അവിടം വരെ എത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പുറകിലേക്ക്, ഈ സിംഗുലാരിറ്റിക്ക് പുറകിൽ പോകാൻ സാധിക്കില്ല. ഈ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സൃഷ്ടിയുണ്ട്. അതിനു മുമ്പ് ഈ ഗോളങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഗ്യാസ് ആയിരുന്നു എന്ന് പറയും. അതിനു മുൻപ് ഇവിടെ പ്ലാസ്മ, പ്രിമോഡിയൽ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവിടെ എന്തോ ഒരു സിംഗുലാരിറ്റി. ഇതിന് പുറകിൽ അവർക്ക് കാരണം അറിയില്ല. പക്ഷെ പ്രഭുപാദ് പറയുന്നു, വൺ കനോട്ട് സീ ദി ഒറിജിനൽ സീഡ് ആഫ്റ്റർ ദി ട്രീ ഹാസ് മാനിഫെസ്റ്റഡ്. ഒരു മരം വളർന്നു വന്നതിന് ശേഷം അതിന്റെ വിത്ത് എവിടെയെന്ന് നമുക്ക് തേടാൻ സാധിക്കില്ല. കാര്യം അവിടെ വിത്ത് അപ്രത്യക്ഷമാവും. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇതിന്റെ പ്രധാനം വരെ കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിനു മുമ്പ് അവർക്ക് അതിന്റെ ഉറവിടം എന്താണെന്ന് കാണാൻ സാധിക്കില്ല. ഇനി അല്ലെങ്കിൽ ഇത് സൃഷ്ടിക്കപ്പെടാത്ത അൺമാനിഫെസ്റ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. പക്ഷെ നമ്മളും ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പൊ എങ്ങനെ അവർക്ക് കാണാൻ സാധിക്കും, റൈറ്റ്? അപ്പൊ അങ്ങനെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നു. ഐ ആം ദ സീഡ് ഗിവിംഗ് ഫാദർ. കുറേ ഭഗവത്ഗീത ശ്ലോകങ്ങളുണ്ട്, നമുക്കറിയാം. കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യാണ്. സോ കൃഷ്ണന്റെ സ്വരൂപങ്ങളെ കുറിച്ച് ഇത് പറയുന്നു. കൃഷ്ണന് സ്വയം രൂപ എന്നുള്ളൊരു ഒറിജിനൽ ഫോം ഉണ്ട്.
പിന്നെ പ്രകാശ, സ്വയം രൂപമാണ് കൃഷ്ണന്റെ ആദിമമായിട്ടുള്ള രൂപം, ഒറിജിനൽ ഫോം. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രകാശ എന്നുള്ള വാക്ക് വരുന്നു. അതായത് ഒറിജിനൽ ഫോമിന് തത്തുല്യമായിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫോംസ്. നമ്മൾ വായിച്ചു കൃഷ്ണന്റെ രാസലീലയിലുള്ള അനേകം രൂപങ്ങൾ, അതൊക്കെ പ്രകാശ വിസ്തരണങ്ങളാണ്. ഐഡന്റിക്കൽ ആയിട്ടുള്ള കൃഷ്ണൻ തന്നെയാണത്, വ്യത്യാസമില്ല. പിന്നെ വിലാസ എന്ന് പറഞ്ഞാൽ കൃഷ്ണനിൽ നിന്ന് ഭഗവാൻ തന്നെ, പക്ഷേ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോംസ്. ബലരാമൻ ആദ്യമായിട്ട് ആ രൂപങ്ങൾ തുടങ്ങുന്നു. അപ്പൊ ഈ 3 ടേംസ് നമ്മൾ മനസ്സിലാക്കണം: സ്വയം രൂപ, പ്രകാശ, വിലാസ. ഇനി അതിനുശേഷം 99-ാം ശ്ലോകത്തിൽ പറയുന്നു ഒറിജിനൽ സ്വയം രൂപ ഫോം എന്ന് പറയുന്നത്, ഇത് വളരെ പ്രധാനമാണ്, കൃഷ്ണന്റെ കൈശോര സ്വരൂപം, കിശോര സ്വരൂപ എന്ന് വെച്ചാൽ 16 വയസ്സുള്ള ആ രൂപമാണ് കൃഷ്ണന്റെ, അതായത് പരമസത്യത്തിന്റെ സ്വയം രൂപം, ഒറിജിനൽ രൂപം എന്ന് ഇവിടെ പറയുന്നു. ഇത് വളരെ പ്രധാനമാണ്. സോ ദിവ്യ കൈശോര വേഷം എന്ന് നാരായണീയത്തിൽ പറയുന്നത് പോലെ താരുണ്യാരംഭരമ്യം, ആ രൂപമാണ് കൃഷ്ണന്റെ ഒറിജിനൽ സ്വരൂപം. റൈറ്റ്. പിന്നെ ആ കിശോര സ്വരൂപത്തിനെ പല രീതിയിൽ വിലാസങ്ങളായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ചില സ്ലൈറ്റ് വ്യത്യാസങ്ങൾ. അപ്പം ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. 2 ടൈപ്പ് മാനിഫെസ്റ്റേഷൻസ്, ആവിർഭാവങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. പ്രാഭവം എന്ന് വെച്ചാൽ ഫുൾ പൊട്ടൻസി, വൈഭവം എന്ന് വെച്ചാൽ പാർഷ്യൽ പൊട്ടൻസി. ഇതൊന്നും നമുക്കിപ്പോൾ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പറഞ്ഞു പോവുകയാണ്. അപ്പൊ ആവിർഭാവങ്ങൾ 2 ടൈപ്പ്, പിന്നെ അവതാരങ്ങൾ 2 ടൈപ്പ്. അംശാവതാരങ്ങളുണ്ട്, ശക്ത്യാവേശ അവതാരങ്ങളുണ്ട്. പിന്നെ കാലങ്ങളുണ്ട്. ഭഗവാന്റെ ബാല്യകാലത്തിലെ രൂപം പൗഗണ്ഡ എന്ന് വെച്ചാൽ 5, ബാല്യം എന്ന് വെച്ചാൽ അവതാരം മുതൽ 5 വയസ്സ് വരെ. പിന്നെ 6-ാമത്തെ വയസ്സ് മുതൽ 10-ാമത്തെ വയസ്സ് വരെ പൗഗണ്ഡ എന്നുള്ള ബോയ്ഹുഡ് എന്നുള്ള രൂപം. പിന്നെ കൈശോര എന്ന് പറയുന്നത് അതിലും മുകളിലേക്കുള്ള, അല്ല 5 to 15 ആണോ പൗഗണ്ഡ, എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ്. സോ കൈശോര എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷമുള്ള രൂപം. പക്ഷെ കൈശോര രൂപമാണ് സ്വയം രൂപം. ഓക്കെ. ഭഗവാന്റെ 3 ശക്തികൾ കൂടുതൽ പറയുന്നില്ല. ചിത് ശക്തി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ശക്തി, അതിന് സ്വരൂപ ശക്തി എന്നും വിളിക്കും, അന്തരംഗ ശക്തി എന്ന് വിളിക്കും. ആധ്യാത്മിക ലോകം ഈ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. മായാശക്തി എന്ന് പറയുന്നത് ബഹിരംഗ ശക്തി, അതാണ് ഭൗതിക സൃഷ്ടികൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തടസ്സ ശക്തിയായ നമ്മള്, ജീവശക്തി. ഈ 3 ശക്തികൾക്കും ഇനിയും പല കാറ്റഗറീസ് ഉണ്ട്. സോ ഇവിടെ പറഞ്ഞു വരുന്നത് അതേ അവതാരി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ സ്വയം രൂപ കൃഷ്ണ, ഒട്ടും ഒരു പെർസെൻറ്റേജ് പോലും കുറവില്ലാതെ ചൈതന്യ മഹാപ്രഭു ഈസ് കൃഷ്ണ. അല്ലാണ്ട് ചൈതന്യ മഹാപ്രഭു ഈസ് എന്താ പറയാ മാനിഫെസ്റ്റേഷൻ, ഭഗവാന്റെ ഒരു ആവിർഭാവമാണ്, ഭഗവാന്റെ ഒരു അവതാരമാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. 100%, 108% ശ്രീകൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, ഒരു വ്യത്യാസവും ഇല്ല. റൈറ്റ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും അന്തരംഗത്തിൽ നമ്മളത് പൂർണ്ണമായിട്ടും നമ്മളത് സ്വീകരിക്കണം, വിശ്വസിക്കണം. ആൻഡ് ഇപ്പോ ലളിത സുധാമായി മാതാജി പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ വരുന്നു. പക്ഷെ അതേസമയം ചില വ്യക്തികൾ ചൈതന്യ മഹാപ്രഭുവിനെ, അതായത് കൃഷ്ണനെ ക്ഷീരോദകശായി വിഷ്ണു എന്നോ ഇവിടെ ശ്ലോകത്തിൽ എഴുതുന്നുണ്ട്, വാമനൻ എന്നോ പല രൂപത്തിൽ നരനാരായണൻ എന്നോ ഒക്കെ ഭഗവാനെ വിളിക്കാം. റൈറ്റ്. അപ്പോ കൃഷ്ണനെ വിഷ്ണു എന്ന് വിളിക്കുന്നത് തെറ്റേയില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ദാറ്റ് ഡസ് നോട്ട് ആഡ് ടു ഹിസ് ഗ്ലോറി. കൃഷ്ണനെ വിഷ്ണു എന്ന് വിളിച്ചതുകൊണ്ട് കൃഷ്ണന്റെ മഹിമകൾ കൂടാൻ പോകുന്നില്ല. കാര്യം വിഷ്ണു ഓൾറെഡി കൃഷ്ണനിലുണ്ട്. റൈറ്റ്. അതുകൊണ്ട് അതൊരു പ്രത്യേകതയില്ല. കൃഷ്ണനെ വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണന് ഒരു മെച്ചവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം അത് തെറ്റല്ല, കാരണം ഭഗവാനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയൊരു ഉദാഹരണമാണ്, ഭൗതികമായിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കാം ഇത്. ഞാനൊരു സന്ദർഭത്തിൽ കേട്ടതാണ്, പക്ഷെ അതിനെങ്ങനെ എടുക്കുന്നറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, എറണാകുളം ജില്ലയുണ്ട്, ഒരു ജില്ലാ കളക്ടർ ഉണ്ട്, അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഫോം വരുന്ന സമയത്ത് അവിടെ കളക്ടർ സൈൻ ചെയ്താലേ അത് നിയമം പ്രാബല്യത്തിൽ വരുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നല്ല മഴയാണ് നാളെ, അപ്പോൾ അവധി പ്രഖ്യാപിക്കുക. അപ്പൊ കളക്ടർ അവധി പ്രഖ്യാപിക്കുക, ഓക്കെ എറണാകുളം ജില്ലയ്ക്ക് നാളെ അവധി, കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി. റൈറ്റ്. സോ കളക്ടറിന് ആ അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അതേസമയം സപ്പോസ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ ഈ ജില്ലയിലുണ്ട്, അവര് കണ്ടിട്ട് ഇത് വലിയ മഴയാണ്, ഈ മഴയ്ക്ക് കുട്ടികളെ പുറത്ത് വരരുത്, സ്കൂൾ അവധി കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഒരു നിയമം ഉത്തരവ് പാസ്സാക്കിയെന്നിരിക്കട്ടെ.
നാളെ അവധിയാണ് എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് പാസ്സാക്കി. അത് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ? വരും. കാരണം എന്താണ്? കളക്ടറും ഈ പ്രസിഡന്റിന്റെ പേരിലാണ്, പ്രസിഡന്റിൽ നിന്നാണ് കളക്ടറിന് പോലും ആ ഒരു അധികാരം കിട്ടുന്നത്. എന്ന് പറയുന്നത് പോലെ അപ്പൊ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈ പ്രസിഡന്റിനെ എറണാകുളം ജില്ലാ കളക്ടറിന് വേണമെങ്കിൽ വിളിക്കാം. കാര്യം അവരാണ് ആ സമയത്ത് ആ നിയമം കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ അവധി കൊടുത്തത്. എന്ന് പറയുന്നത് പോലെ കൃഷ്ണനെ ക്ഷീരോദകശായി വിഷ്ണു എന്നോ കൃഷ്ണനെ നാരായണ, സാധാരണ നമ്മൾ എങ്ങനെയാണല്ലോ കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ പൂർണ്ണത്രേശിന്റെ ക്ഷേത്രമുണ്ട്, ഇവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം വിളിക്കും ഇവിടെയുള്ള ആൾക്കാർ, കൃഷ്ണ നാരായണ എന്താ പറയുക വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിളിക്കും. അപ്പൊ അതിൽ തെറ്റില്ല, മനസ്സിലായില്ലേ? പക്ഷെ അതേസമയം താത്വികമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫി മനസ്സിലാക്കാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തികൾ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ആ ഭഗവാന്റെ രൂപത്തിന് നമുക്ക് ചിലപ്പോൾ ഒരു വിഷ്ണു രൂപം നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും, അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ആ ഭഗവാന്റെ അന്തരംഗമായിട്ടുള്ള ഈ തത്വങ്ങളൊക്കെ നമുക്ക് അറിയാൻ ഭാഗ്യം സിദ്ധിച്ചല്ലോ, അതിനുള്ളൊരു കൃതജ്ഞതയും നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. റൈറ്റ്? ലളിത സുധമയി മാതാജി, കുറച്ച് ക്ലാരിറ്റി വന്നോ ഇപ്പോ? മനസ്സിലായി പ്രഭു, മനസ്സിലായി. താങ്ക് ഓക്കെ, യു പ്രഭു. നമ്മളിപ്പോ ഹരേ ഈ കൃഷ്ണ. ലാസ്റ്റ് സ്ലൈഡോട് തീർക്കാം. സോ ലാസ്റ്റ് 116 കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒരു ഭയങ്കര ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും നേരം ഈ സെക്കൻഡ് ചാപ്റ്റർ വായിച്ച ഭക്തന്മാർക്കൊക്കെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അങ്ങോട്ട് നമസ്കരിക്കുകയാണ് ഭഗവാനെ. ഓഫ്കോഴ്സ് ഓടിപ്പോണം അവിടെ നിന്ന്, റൈറ്റ്? ബട്ട് അമേസിങ്, റൈറ്റ്? സോ ഇതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു ഈ ചർച്ചയ്ക്ക് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അല്ലാണ്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമസ്കരിച്ചോട്ടെ നമുക്ക് സ്വീകരിക്കാം എന്നുള്ള മണ്ടത്തരം ചെയ്യാനല്ല. ഇത്രയും വണ്ടർഫുൾ ആണ്. ലാസ്റ്റ് പോയിന്റ് 117 പറയുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. സിദ്ധാന്ത ത്തിന്റെ കാര്യത്തിൽ സിദ്ധാന്ത ബലിയ ചിത്തെ ന കര ആലസ ഇഹൈത്തെ കൃഷ്ണലാകെ സുദൃഢ മാനസ. സോ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ഇത് മനസ്സിലാക്കുന്നതിൽ, ഇത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ ഇത് മനസ്സിലാക്കുന്നതിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഈ 117 ശ്ലോകം നമ്മൾ വീണ്ടും 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 നമ്മൾ വായിച്ച് നമ്മളതിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഇത് മുമ്പും നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിലും ഈ സെന്റൻസ്, ഈ ശ്ലോകം നമ്മൾ കോട്ട് ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് പ്രഭുപാദ ഇതിൽ പറയുന്നു, നവവിധ ഭക്തിയിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും ആദ്യം വരുന്നതും രണ്ടും ശ്രവണമാണ്. ശ്രവണം കീർത്തനം കൊണ്ട് നമ്മൾ അതിന് വെള്ളമൊഴിച്ചില്ലെങ്കിൽ, ജലസേചനം ചെയ്തില്ലെങ്കിൽ ഈ ഭക്തിയുടെ വിത്ത് സീഡ് വളരില്ല എന്ന് പറയുന്നു. സോ അതുകൊണ്ട് നമ്മൾ പൂർവാചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ ലൈക്ക് ജീവഗോസ്വാമിയുടെ ഷഡ് സന്ദർഭം, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. അതിൽ നമ്മൾ മടി കാണിക്കരുത് എന്ന് പറയുന്നു. സോ ഹൗ ഇസ് ദ റീഡിങ് ഗോയിങ്? ആൻഡ് ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രഭുപാദ് പാസ്റ്റ് ടൈം വെച്ച് നിർത്താം. കേട്ടിട്ടുണ്ടാവും ചിലവരിത്, പക്ഷെ എന്നാലും പറയാണ്. പ്രഭുപാദ് ഒരു ഡിവോട്ടിയുടെ പേര് മറന്നുപോയി. ഈ പാസ്റ്റ് ടൈം പറഞ്ഞത് പ്രഭുപാദിന്റെ പാസ്റ്റ് ടൈംസ് പറയുന്ന, പ്രഭുപാദ് ലീല പറയുന്ന ഒരു, എപ്പോഴും ഫുൾ ഓഫ് പ്രഭുപാദ് ലീലാസ് ക്ലാസ് എടുക്കുന്ന ഒരു മഹാരാജ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ പേര്? അദ്ദേഹത്തിന്റെ ക്ലാസ് മൊത്തം പ്രഭുപാദ് പാസ്റ്റ് ടൈംസ് ആണ്. ഹരേ കൃഷ്ണ. മഹാരാജാണോ അത് ശ്രുതകീർത്തി പ്രഭു ആണോ? ശ്രുതകീർത്തി പ്രഭു ഉണ്ട്. ഇതൊരു ഇപ്പോ അദ്ദേഹം പ്രഭു ആയിരുന്നു, ഇപ്പൊ മഹാരാജാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരു എന്താ പറയാ, ക്ലാസിന്റെ ഒരു 70% എങ്കിലും പ്രഭുപാദ് പാസ്റ്റ് ടൈംസ് മാത്രമായിരിക്കും. പ്രഭു ട്രിവാൻഡ്രത്ത് കൃഷ്ണദാസ് അദ്ദേഹമാണ്, ഡോക്ടർ കൃഷ്ണദാസ് അല്ല, ഒരു മഹാരാജാണ്, സന്യാസിയാണ് അദ്ദേഹം. പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ ആണ്, ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കണം ശരിക്കും, അത്രയും പ്രഭുപാദ് പാസ്റ്റ് ടൈംസ് ആണ്. അദ്ദേഹം ഗിരിരാജ് പ്രഭു ആണോ പ്രഭു? ആര്? ഗിരിരാജ് മഹാരാജാണോ? ഗിരിരാജ് മഹാരാജൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ വിവേചിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്നാലും ഗിരിരാജ് മഹാരാജിന്റെ അടുത്താണ് അദ്ദേഹം താമസം അമേരിക്കയിൽ. ബദ്രിനാരായൺ സ്വാമി, ഓ ഹരി ഹരി. ബദ്രിനാരായൺ മഹാരാജിന്റെ പാസ്റ്റ് ഫുൾ ഇറ്റ് ഇസ് ലൈക്ക് 70% 80% ഓൾ പ്രഭുപാദ് പാസ്റ്റ് ടൈംസ് ആണ്. അപ്പൊ മഹാരാജ് പറഞ്ഞതാണ്, മഹാരാജിന്റെ കുറെ ക്ലാസ്സുകൾ എൻ്റെ കയ്യിലുണ്ട്, ഏതിലാണ് പറഞ്ഞതെന്ന് മറന്നുപോയി. അപ്പൊ ആ ഡിവോട്ടിയുടെ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു യൂണിവേഴ്സിറ്റി, എനിക്ക് ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓർ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദീസ് അമേരിക്കയിലെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റീസിൽ
ഒരു ഡിവോട്ടി, പ്രഭുപാദിന്റെ ഡിസൈപ്പിള്, അദ്ദേഹം പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പദ്ധതികളും നോക്കി എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആശയം ഉണ്ടായി. അതായത് എന്നിട്ട് അദ്ദേഹം ആശയം പ്രഭുപാദ് വന്നപ്പോൾ പ്രഭുപാദിന്റെ അടുത്ത് ചോദിച്ചു, പ്രഭുപാദ്, ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമ്മളിപ്പോൾ പരിചയപ്പെട്ടു തുടങ്ങി. അപ്പൊ എൻ്റെ മനസ്സിലൊരു ഇത് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയും, പ്രഭുപാദ്, ഷാൽ ഐ ഓപ്പൺ എ ബംഗാളി സ്വീറ്റ് ഷോപ്പ്. ബംഗാളി സ്വീറ്റ്സ് അത്രയും സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ ഒരു ബംഗാളി സ്വീറ്റുകളുടെ ഒരു കട ഞാൻ ആ ക്യാമ്പസിൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. കാര്യം ആ സ്വീറ്റ് ഷോപ്പ് വഴി ഒരുപാട് ആൾക്കാർ അത് കഴിക്കാൻ വേണ്ടി വരും, അങ്ങനെ പലരും ഭക്തന്മാരാവും. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഐഡിയ എന്ന് ചോദിക്കും. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, സ്വീറ്റ് ഷോപ്പ് ഈസ് ഓക്കെ, ബട്ട് ഐ തിങ്ക് യു ഷുഡ് സെൽ ദി ബെസ്റ്റ് ബംഗാളി സ്വീറ്റ്. എന്നിട്ട് പറയും ചൈതന്യ ചരിതാമൃത എന്ന് പറയും. സോ പ്രഭുപാദ് പറയും, ബെസ്റ്റ് ബംഗാളി സ്വീറ്റ് ഇസ് ചൈതന്യ ചരിതാമൃത, യു ഷുഡ് സെൽ ദാറ്റ് എന്ന് പറയും. ശില പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. കുറച്ച് സമയം എടുത്തു, ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ ബോൾ. ഹരേ കൃഷ്ണ.